संकीर्तनम गोविंद गोविंद। जय बोल सतगुरु महाराज की जय। कृष्ण कृष्ण मुकुंद जनार्दन कृष्ण गोविंद नारायण हरे। कृष्ण कृष्ण मुकुंद जनार्दन कृष्ण गोविंद नारायण हरे। कृष्ण कृष्ण मुकुंद जनार्दन कृष्ण गोविंद नारायण हरे। कृष्ण 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 गोविंद नारायण हरे। अच्युतानंद गोविंद माधव अच्युतानंद गोविंद अच्युतानंद गोविंद माधव अच्युतानंद माधव सच्चिदानंद नारायण हरे। सच्चिदानंद नारायण हरे। गुरुनाथंतो न चैग संततम തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും ഗുരുനാഥൻതോ തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ നരജന്മം സഫലമാക്കിടുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ സച്ചിദാനന്ദ നാരായണ ഹരി. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ സച്ചിദാനന്ദ നാരായണ ഹരി. സച്ചിദാനന്ദ നാരായണ ഹരി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോ. ജയ് ബോൾ സദ്ഗുരുനാഥ് മഹാരാജ് കി ജയ്. രുക്മിണി സ്വയംവര കഥ 2 ശ്ലോകത്തിൽ ചുരുക്കി വർണ്ണിച്ചു. ഭഗവാനപി ഗോവിന്ദ ഉപയേമേ കുരുദ്വഹ വൈദർഭീം ഭീഷ്മകസുതാം ശ്രിയോ മാത്രാ സ്വയംവരേ. എങ്ങനെയാണോ ഗരുഡ ഭഗവാൻ ശത്രുക്കളെ അവമാനിച്ച് അവരെ ജയിച്ച് അമൃതം കൊണ്ടുവന്നുവോ അതുപോലെയാണ്, അമൃതം പോലെയാണ് രുക്മിണി ദേവി. അമൃതം ഗരുഡ ഭഗവാൻ കൊണ്ടുവന്നതുപോലെ ഭഗവാൻ പശ്യതാം സർവലോകാനാം താർക്ഷ്യപുത്ര സുധാമിവേ. ചുരുക്കി 2 ശ്ലോകത്തിൽ വർണ്ണിച്ചപ്പോഴാണ് പരീക്ഷിത്ത് 3 ശ്ലോകം കൊണ്ട് അങ്ങോട്ട് ചോദിക്കുന്നു, ഭഗവാൻ എങ്ങനെ രുക്മിണിയെ സ്വയംവരം ചെയ്തു, എനിക്കൊന്ന് വിസ്തരിച്ച് പറയണം. ഭഗവാൻ ഭീഷ്മകസുതാം രുക്മിണീം രുചിരാനണാം രാക്ഷസേന വിധാനേന ഉപയേമ ഇതി ശ്രുതം ഭഗവൻ ശ്രോതുമിച്ഛാമി. ശുകാചാര്യനക്ക് രുക്മിണി കല്യാണ കഥ ഗാന്ധർവ വിധാനമായിട്ട് വർണ്ണിക്കണം എന്നാണ് താല്പര്യം. ഗാന്ധർവം പറഞ്ഞാൽ ഇപ്പോഴൊക്കെ കുട്ടികളൊക്കെ പരസ്പരം പ്രേമിച്ച് കല്യാണം കഴിക്കുന്നുണ്ടല്ലോ, ലവ് മാരേജ്, അതാണ് ഗാന്ധർവ വിവാഹം. അങ്ങനെ രുക്മിണി കത്ത് അയച്ചു, ഭഗവാൻ രുക്മിണിയെ സ്വീകരിച്ചു, ആണയിച്ചു കൊണ്ടുപോയി. അത് പറയാനാണ് ശുകനക്ക് താല്പര്യം, ശുകാചാര്യനക്ക്. പരീക്ഷിച്ച് ചോദിക്കുന്നു, യഥാ മാഗധ ശാൽവാദീൻ ജിത്വാ കന്യാമുപാഹരത്. മാഗധൻ ശാൽവൻ മുതലായ രാജാക്കുമാരനോട് യുദ്ധം ചെയ്ത് എങ്ങനെ ഭഗവാൻ കൊണ്ടുപോയി, ആ യുദ്ധകഥ വർണ്ണിക്കണം. ക്ഷത്രിയനായതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ 2ഉം ചേർത്ത് ഇവിടെ വർണ്ണിക്കണം. ശുകൻ്റെ അഭിപ്രായ പ്രകാരം രുക്മിണി കത്തയച്ച ആ ശരണാഗതിയും അതേപോലെ
പരീക്ഷത്തിൻ്റെ ഇഷ്ടപ്രകാരം 3-ാമത്തെ അധ്യായത്തിൽ യുദ്ധവും കൂട്ടിച്ചേർത്ത് പാലും തേനും പോലെയാണ് ഇവിടെ വർണ്ണിക്കുന്നു. കൃഷ്ണകഥയുടെ പെരുമ ഇവിടെ എടുത്തു പറയുന്നു പരീക്ഷിത്ത്. ബ്രഹ്മണ് കൃഷ്ണകഥാ പുണ്യാഹ. കൃഷ്ണകഥ കേൾക്കുന്നത് വളരെ പുണ്യമാണ്. പുണ്യമായ കാര്യങ്ങൾ നിറച്ചുകൊണ്ട് ഇപ്പം എത്രയോ തീർത്ഥക്ഷേത്രങ്ങളുണ്ട്. അവിടെ പോയി കുളിച്ചാൽ നല്ലതാണ്. മാനസ സരസിൽ കുളിച്ചാൽ വളരെ നല്ലതാണ്. പക്ഷേ അവിടെ ഹിമാലയത്തിൽ മാനസ സരസിൽ ചെന്നാൽ കുളിക്കാൻ തന്നെ തോന്നില്ലേ? നോക്കിയിട്ട് മതി, ഇങ്ങനെ പുറോഷടിക്കുക. അത്ര തണുപ്പുള്ള സമയത്ത് മാനസ സരസിൽ കുളിച്ചാൽ പുണ്യമാണ്, പക്ഷേ കുളിക്കാൻ പറ്റണ്ടേ? അതുപോലെ ബദ്രിനാഥിൽ ചെന്നാൽ ഗംഗയിൽ കുളിച്ചാൽ നല്ലതാണ്. പക്ഷേ ഗംഗയിൽ കൈവച്ചാൽ അപ്പോൾ തന്നെ ഷാക്കടിക്കും. അതിനുവേണ്ടി ഭഗവാൻ തന്നെ അവിടെ ഒരു ചൂടുവെള്ളം ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയേ എല്ലാവരും കുളിക്കുള്ളൂ. ആ ചുടുവെള്ളത്തിൽ എല്ലാവരും കുളിക്കുന്നത് കാണുമ്പോൾ നല്ല ചൂടും ഉണ്ടാവും. എല്ലാവരും കുളിക്കുന്നത് കാണുമ്പോൾ സാമ്പാറിൽ കഷ്ണം പോലെ ഇങ്ങനെ എല്ലാവരും കുളിക്കുന്നത് കാണുമ്പോൾ കാണാം ആ ചൂടുവെള്ളത്തിൽ. അങ്ങനെ അത് പണ്ട് പാണ്ഡവന്മാർ ചെന്നപ്പോൾ തന്നെ ആ ചുടുവെള്ളത്തിൽ കുളിച്ചു. തത്ര ശീതവഹ നദ്യഹ ഉഷ്ണതോയവഹ ശുഭാഹ. ഇത് മഹാഭാരത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എത്ര കാലമായിട്ട് അവിടെ ആ തണുപ്പ് കാലത്ത് കുളിക്കാൻ വേണ്ടി ഭഗവാൻ ചുടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നമ്പൂരിമാരാണ് അവിടെ പൂജ ചെയ്യുന്നു ബദ്രിനാഥിൽ. എന്താ വ്യത്യാസം? കേരളത്തിൽ പൂജിക്കുന്ന ആളില്ലേ, ഭഗവാനെ തൊടാൻ ഉള്ളിൽ ചെല്ലുന്നവരെപ്പോഴും ഷർട്ട് അണിയാൻ പാടില്ലേ. ബദ്രിനാഥിലോ ഷർട്ട് അണിഞ്ഞിട്ടേ അമ്പലത്തിൽ കയറാൻ പറ്റുള്ളൂ. ഇതേ നമ്പൂതിരിനെ അവിടെ പൂജിക്കുന്നു. പക്ഷേ അവിടെ ഷർട്ടൊക്കെ അണിഞ്ഞിട്ടാണ്. കാരണം ആ തണുപ്പ് കാലത്ത് അങ്ങനെ ചെയ്യണം. അങ്ങനെ അപ്പോൾ പുണ്യം ബദ്രിനാഥിൽ ഗംഗയിൽ കുളിച്ചാൽ പുണ്യമാണ്, പക്ഷേ കുളിക്കാൻ പറ്റില്ല. അപ്പോൾ പുണ്യമായത് പല കാര്യങ്ങളുണ്ടെങ്കിലും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കഥ കേൾക്കുന്നത് എളുപ്പം. മാധ്വീഹി ലോകമലാപഹാഹ. മാധ്വീഹി മധുരമായ പുണ്യം. ലോകമലാപഹാഹ ഈ ലോകത്തിലിരിക്കുന്ന എല്ലാവരുടെ അഴുക്കുകളെയും പാപങ്ങളെയും നീക്കുന്നതാണ്. അത് കേട്ട് താല്പര്യമുള്ളവർക്ക് ശ്രുതജ്ഞോ നിത്യനോ. എത്ര പ്രാവശ്യം കഥ കേട്ടാലും പുതിയതായിട്ട് എത്ര സപ്താഹം കേട്ടവരാണ് നിങ്ങളൊക്കെ. ഇവിടെ മാത്രമല്ല, പല ദിക്കിലും കേട്ടവരാണ്. ഇപ്പോൾ രുക്മിണി കല്യാണ കഥ അറിയാത്ത ആളിവിടെ ഉണ്ടാകുമോ സംശയം? എല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലാവരും ഇരിക്കാൻ എന്താ കാരണം? കല്യാണം പറഞ്ഞാൽ അപ്പോൾ തർക്കം ഉണ്ടാകും. എന്താ കാരണം? ആ ഭഗവാന്റെ കല്യാണം കാണാനും ആ ഭഗവാന്റെ കഥ കല്യാണം കേൾക്കാനും നമുക്ക് ഒരു താല്പര്യമാണ്. അതുകൊണ്ട് നിത്യം നൂതനമാണ്. അതുകൊണ്ട് വിസ്തരിച്ച് പറയണേന് പ്രാർത്ഥിക്കുമ്പോൾ 3 അധ്യായത്തിൽ വർണ്ണിക്കുന്നു. രാജാസി ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ തസ്യ പഞ്ചാഭവൻ പുത്രാഗ കന്യകാ ച വരാനനാ. വിദർഭദേശത്തിൻ്റെ രാജാവ് ഭീഷ്മകൻ എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശശിലേഖ എന്ന മഹാത്മാക്കൾ ഗുരുനാഥൻ പറയുന്നു. ഇവിടെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ലേ. ഗുരുനാഥൻ എല്ലാ പുരാണം നോക്കിയ ആളാണ്. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞത് അതേപോലെ പറയാം. ശശിലേഖ എന്നാണ് പേര്. അവർക്ക് ആദ്യം 5 ആൺകുട്ടികൾ ഉണ്ടായി. രുക്മി, രുക്മരഥൻ, രുക്മബാഹു, രുക്മമാലി, രുക്മകേശി. രുക്മ്യഗ്രജോ രുക്മരഥോ രുക്മബാഹുരണന്തരഃ രുക്മകേശോ രുക്മമാലി രുക്മിണ്യേഷാം സ്വസാ സതി. രുക്മം പറഞ്ഞാൽ സംസ്കൃതത്തിൽ സുവർണം എന്നാ പേര്. സുവർണം പോലെ കുട്ടികൾ തിളങ്ങണം വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും രുക്മം പേരിട്ടു. രുക്മി പറഞ്ഞാൽ നല്ല ആള് മുഴുവൻ സുവർണമാണ്. പിന്നെ രുക്മരഥൻ, അയാൾ സുവർണ്ണമില്ല, തേര് മാത്രമേ സുവർണമുള്ളൂ. പിന്നെ രുക്മബാഹു, ഓരോ ആൾക്ക് കൈ മാത്രം സുവർണ്ണ കളറായിട്ട്, ഒരാൾക്ക് കേശം മാത്രം സുവർണ്ണ കളറാണ്. രുക്മകേശ, ഒരാൾ രുക്മമാലി. 5 കുട്ടികളുണ്ടായിട്ടും 5 ഭൂതങ്ങളെ പോലെയാണ്. ഓരോ ആളും സഹായിക്കാനില്ലേ. അപ്പോൾ രാജാവ് ദേവിയെ പ്രാർത്ഥിച്ചു. ദേവിയെ പ്രാർത്ഥിച്ചപ്പോൾ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മഹാലക്ഷ്മി തന്നെ പുത്രിയായി ജനിച്ചു. രുക്മിണ്യേഷാം സ്വസാ സതി. രുക്മിണി. 5 കുട്ടികൾക്കും സുവർണം പേരിട്ടാലും എല്ലാവരും പിച്ചള പോലെയായിരുന്നു. ഈ രുക്മിണിയാണ് ശരിക്കും ഒറിജിനൽ സുവർണം. തങ്കം ചില ആളുകൾ പേരിടാറുണ്ട്. പേര് മാത്രമേ തങ്കമുള്ളൂ. പിന്നെ ഒരാൾക്ക് ഒന്നും ചെയ്യില്ല. തങ്കമ്മന് പേരിട്ടിട്ട് എന്താ കാര്യം? തങ്കമായ സ്വഭാവം, സുവർണ സ്വഭാവം വേണ്ടേ? അതും ഉണ്ടാവില്ല. ഇവിടെ രുക്മിണി തങ്കമണി എന്ന് പേരിട്ടാലും അതിന് യോജിച്ച നല്ല സ്വഭാവമൊക്കെ ഉണ്ട്. സ്വസാ സതി ഇവിടെ എടുത്ത് പറയുന്നു. ഒരു ദിവസം
രുക്മിണി നല്ല വിദ്യാഭ്യാസം, അതേപോലെ നല്ല ഗാനം, നല്ല നൃത്തം. ഒരു കുട്ടിക്ക് ഒന്നുണ്ടെങ്കിൽ ഒന്നുണ്ടാവില്ലേ. നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ പാട്ട് പാടാൻ അറിയത്തില്ലേ, പാട്ട് പാടുന്ന കുട്ടിക്ക് ഡാൻസ് ചെയ്യാൻ അറിയത്തില്ലേ, പാട്ട് ഡാൻസ് അറിയുന്നവർ മര്യാദയ്ക്ക് പഠിക്കില്ലേ. ഇങ്ങനെ എല്ലാം ചേർന്ന് വരണമെങ്കിൽ ചില അമ്മമാർക്ക് ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. എൻ്റെ ഗുരുനാഥനെ മരുമകൾ വിശാഖ ഹരിജി എന്ന് പറയും. അവരെല്ലാം പഠിച്ച് നല്ല CA ഗോൾഡ് മെഡലിസ്റ്റാണ്. മാത്രമില്ല, നല്ല പാട്ടും. വിശാഖ ഹരിന്ന് കച്ചേരി യൂട്യൂബിൽ നോക്കിയാൽ നല്ല കച്ചേരിയൊക്കെ കാണാം. അതേപോലെ നല്ല ഡാൻസും പിന്നെ പ്രഭാഷണം എല്ലാം. വിദ്യായാം ഇതെല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല. വിനയം. ഇപ്പോഴത്തെ പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, പക്ഷേ മര്യാദയ്ക്ക് തല കുണിഞ്ഞ് നടക്കല്ലേ. കുതിര പോലെയാണ് ഇങ്ങനെ പോകുന്നു. അങ്ങനെ പോയിട്ട് കാര്യമില്ല. വിനയം വേണ്ടേ? വിദ്യ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലേ, വിനയം വേണം. വിദ്യായാം വിനയേ ചെയ്വ കീർത്തനെ നർത്തനേ തഥാ. ചിലപ്പോൾ എല്ലാം ഉണ്ടാവും, സൗന്ദര്യം ഉണ്ടാവില്ലേ. സൗന്ദര്യേ സദ്ഗുണേ ചെയ്വ. ഇങ്ങനെ രുക്മിണിയുടെ എല്ലാം പറഞ്ഞിട്ട് രുക്മിണിക്ക് സമമായിട്ട് വേറെ ഒരു സ്ത്രീയെ ഉദാഹരണം പറയാൻ പറ്റില്ലേ. സരസ്വതിയെ പോലെയാണ് രുക്മിണി പഠിക്കുന്ന പെൺകുട്ടീന്ന് പറയാൻ പറ്റില്ല. കാരണം സരസ്വതി പോലും മുഴുവൻ പഠിച്ചിട്ടില്ല, ഇപ്പോൾ പുസ്തകം കയ്യിൽ വെച്ചിട്ടുണ്ട്. രുക്മിണി പഠിച്ചു. അതുകൊണ്ട് തന്നെ രുക്മിണി സരസ്വതിയേക്കാൾ കൂടുതൽ പഠിച്ചു പോയി. ലക്ഷ്മിയേക്കാൾ കൂടുതൽ സൗന്ദര്യം, പാർവതിയേക്കാൾ നല്ല ആരോഗ്യം. രുക്മിണിക്ക് സമം വേറെ ഒരു സ്ത്രീ ഇവിടെ പറയാൻ പറ്റുന്നില്ലേ. രുക്മിണി സമാ എന്നാണ് ഗുരുനാഥൻ പറയുന്നു. രുക്മിണിക്ക് സമം രുക്മിണി തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന രുക്മിണി ഒരു ദിവസം തൻ്റെ വീട്ടുതോട്ടത്തിലിരുന്ന് ഭഗവാന് പാടിക്കൊണ്ടിരിക്കുന്നു. മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ. കൃഷ്ണ യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ, യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ. ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ രാധേ ജയ രാധേ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ രാധേ ജയ രാധേ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ 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 രാധേ, ജയ രാധേ 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 രാധേ. ഹേ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മനമോഹന കൃഷ്ണ രാധാ മനമോഹന കൃഷ്ണ, രാധാ മനമോഹന കൃഷ്ണ, ഗോദാ മനമോഹന കൃഷ്ണ, ഗോദാ മനമോഹന കൃഷ്ണ, മീരാ മനമോഹന കൃഷ്ണ, മീരാ മനമോഹന കൃഷ്ണ, മേരാ മനമോഹന കൃഷ്ണ, മേരാ മനമോഹന കൃഷ്ണ. കണ്ണൻ ഇരിക്കുന്ന കാലത്ത് തന്നെ കണ്ണൻ്റെ പാട്ടുകളൊക്കെ എല്ലാവരും രാമകൃഷ്ണ ഗോവിന്ദ പ്രകാരം എല്ലാവരും അപ്പോൾ തന്നെ പാടാൻ തുടങ്ങി. അങ്ങനെ രുക്മിണി പാട്ട് പാടിയിരിക്കുന്ന സമയത്താണ് തോഴികളോടൊപ്പം ഏകദാ നന്ദനവനേ ശുദ്ധസ്ഫടിക മണ്ഡപേ വാദയാമാസ സാവീനാം സമവേത സഖീ ജനൈഃ. ആ സമയത്തിൽ നാരദൻ ആകാശ വഴി കൂടി ചെന്നു. അങ്ങനെ നാരദൻ നാമം ജപിച്ചു പോകുന്ന നാരദൻ രുക്മിണിയെ കണ്ടപ്പോൾ നാരദനക്ക് തൻ്റെ അമ്മയെ പോലെ തോന്നി. നാരദൻ്റെ അമ്മ ആരാണ്? സരസ്വതി ദേവി. സരസ്വതി ദേവി എപ്പോഴും കയ്യിൽ വീണ വെച്ച് ഭഗവാനെ പാടാറുണ്ട്. എൻ്റെ അമ്മയെപ്പോലെ ഒരു പെൺകുട്ടി ഇവിടെ പാടുന്നുണ്ടല്ലോ വിചാരിച്ച് നാരദൻ താഴോട്ട് വന്നു. രുക്മിണിയുടെ പാട്ട് കേട്ട് ആസ്വദിച്ചു. പാടി കഴിഞ്ഞ ശേഷം നാരദൻ പറഞ്ഞു, ഇനി പാടേണ്ടാൻ പറഞ്ഞു. ഒരാൾ പാടുന്ന സമയത്ത് മതി മതി പറഞ്ഞാൽ അർത്ഥം
കേൾക്കാത്ത സുഖമില്ല എന്നർത്ഥം. ഇപ്പൊ രുക്മിണി ചോദിച്ചു പാട്ടിൽ നിന്ന് തെറ്റ് കുറ്റങ്ങളുണ്ടോ ചോദിച്ചപ്പോഴാണ് നാരദൻ പറഞ്ഞു, നീ നന്നായിട്ട് പാടുന്നു, പക്ഷെ നിന്റെ പാട്ട് കേൾക്കാൻ അത്ര രാഗം ജ്ഞാനം ഉള്ളവർ ഇവിടെ ഇല്ല. ഒരു പാട്ട് പാടുമ്പോൾ ഇത് ഏതാണ് രാഗം ഏതാണ് താളം അത് അറിഞ്ഞവരാണെങ്കിൽ കുറച്ച് ആസ്വദിക്കും. വെറുതെ ചിലർക്ക് താളം തട്ടും, ചിലപ്പോൾ മാറ്റി മാറ്റി തട്ടും, അത് പാടുന്നവർക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ മര്യാദയ്ക്ക് രാഗം താളം അറിഞ്ഞവർ കേൾക്കുമ്പോഴാണ് അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഭജനയാണെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും അടിച്ച് നമുക്ക് അത് ആസ്വദിക്കാം. കച്ചേരി അങ്ങനെ പറ്റില്ലേ. കച്ചേരി ഒരാളുമ്പോൾ മുമ്പിൽ ഉറങ്ങുന്ന മാറി മാറി താളം വിട്ടാലും പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാവും, വേണ്ട താളിനെടുത്തിക്കോളൂ പറയും. അപ്പോൾ രുക്മിണിയുടെ ഈ ഗാനം കേട്ടപ്പോൾ നാരദൻ പറഞ്ഞു, ഇത് കേൾക്കാൻ ഇവിടെ ഒരാൾക്കും യോഗ്യതയില്ല. നിന്റെ ഈ വീണാഗാനവും പാട്ടും കേൾക്കാൻ ഒരു ഓടക്കുഴൽ വിദ്വാനുണ്ട്, അയാൾ കേട്ടാൽ നന്നാവും. രുക്മിണി ചോദിച്ചു, ഓടക്കുഴൽ വിദ്വാൻ ആരാണ് ചോദിച്ചപ്പോൾ കണ്ണൻ്റെ കഥ നാരദൻ രുക്മിണിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ കണ്ണൻ്റെ കഥ രുക്മിണിക്ക് പറഞ്ഞു കൊടുത്ത നാരദൻ നേരെ ഇവിടെ നിന്നും ദ്വാരകയ്ക്ക് ചെന്നു. ദ്വാരകയിൽ ചെന്നപ്പോൾ കണ്ണൻ നാരദനെ പൂജിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ഗിണ്ടിയിൽ സ്വയം വെള്ളം കൊണ്ടുവരണം, സ്വയം പൂക്കൾ പറിച്ച് കൊണ്ടുവരണം, സ്വയം മാല കെട്ടി കൊണ്ടുവരണം എന്ന് ഓടി ആടി നടക്കുന്നത് കണ്ടപ്പോൾ നാരദൻ പറഞ്ഞു, സജ്ജനാർച്ചന കാമസ്യ, സജ്ജനങ്ങളെ അർച്ചിക്കാൻ താത്പര്യമുള്ള നിനക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ ആ പെൺകുട്ടി തന്നെ നല്ല മാല കെട്ടിത്തരും, പൂക്കളൊക്കെ പറിച്ചതും ഗിണ്ടിയിൽ വെള്ളം കൊണ്ടാക്കി തരും, പൂജിക്കാൻ എളുപ്പമുണ്ടല്ലേ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, കൃഷ്ണൻ അങ്ങനെ സജ്ജനങ്ങൾ പൂജിക്കാൻ താത്പര്യമുള്ള പെൺകുട്ടി കിട്ടേണ്ടേ. കാരണം ഇപ്പോൾ പെൺകുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് പൂജാവലി ഉണ്ടെങ്കിൽ ഈ വീട് തന്നെ വേണ്ട എന്ന് ഓടുന്നു. അങ്ങനെ പൂജിക്കാൻ താത്പര്യമുള്ള രണ്ട് സജ്ജനങ്ങളെ വീട്ടിൽ വിളിച്ചു വരുത്തി അവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ, ഒരു സുഹൃത്തിനെ വിളിച്ച് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഭാര്യയെ അനുകൂലമായിട്ട് കിട്ടണ്ടേ. ഒരു സുഹൃത്ത് എന്ത് ചെയ്തു, മാർക്കറ്റിൽ ചെന്നപ്പോൾ തൻ്റെ പഴയ സുഹൃത്തിനെ കണ്ടു. ഉടനെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, എൻ്റെ പഴയ സുഹൃത്തിനെ കണ്ടു, ഭക്ഷണത്തെ വിളിച്ചു കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോൾ റാങ് കാൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താത്പര്യമില്ല എന്നർത്ഥം. അപ്പോൾ നല്ല സജ്ജനങ്ങളെ വിളിച്ചു വരുത്തി പൂജിക്കാൻ താത്പര്യമുള്ള പെൺകുട്ടി കിട്ടേണ്ടേ. അപ്പോൾ നാരദൻ പറഞ്ഞു, നീ പേടിക്കേണ്ട, ഇപ്പോൾ തന്നെ വിദർഭദേശത്തിൽ നിന്നും വരുന്നു. ആ ഭീഷ്മക മഹാരാജൻ്റെ പുത്രി രുക്മിണി നിനക്ക് യോജിച്ച പെൺകുട്ടിയാണെന്ന് കൃഷ്ണനുക്കും രുക്മിണി തമ്മിൽ ഒരു പ്രേമം നാരദനാണ് ഉണ്ടാക്കി സാധുക്കൾ സജ്ജനങ്ങൾ പാടുന്നു. പാരിൻ്റെ നന്മയെ പ്രാർത്ഥിക്കുന്ന നാരദൻ കൂട്ടിക്കൊളുത്തി വിട്ട് ലോകവിമോഹനമായ വേളി ലോകത്തിൽ മംഗളം നേർന്നിട്ടേ. നാരദൻ കൂട്ടിക്കൊളുത്തി വിട്ട്, നാരദനാണ് സജ്ജനങ്ങളിൽ നല്ല ദമ്പതിമാരെ യോജിപ്പിക്കും. അങ്ങനെ നാരദൻ മൂലം രുക്മിണി കഥ കേട്ട് കൃഷ്ണനും സമുദ്വോടും മനോദതേ താം ബുദ്ധിലക്ഷണോദാര്യ രൂപശീല ഗുണാശ്രയാം കൃഷ്ണശ്ച സദസീം ഭാര്യാം സമുദ്വോടും മനോദതേ. രുക്മിണി കൃഷ്ണനെ പ്രേമിക്കുന്നു മനസ്സിലാക്കിയ രുക്മിണിയുടെ അച്ഛൻ ഭീഷ്മക മഹാരാജാവ് ബന്ധുക്കളെ എല്ലാവരെയും വിളിച്ചു വരുത്തി. ഒരു നല്ല കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോൾ ബന്ധുക്കളോട് വിഷയം അറിയിക്കുന്നു. ആദ്യം ബന്ധൂനാം ഇച്ഛതാം ദാതും കൃഷ്ണായ ഭഗിനീം നൃപ തതോ നിവാര്യ കൃഷ്ണദ്വിത് രുക്മീ ചൈദ്യം അമന്യത. ബന്ധുക്കളോട് പറഞ്ഞു, എൻ്റെ പെൺകുട്ടിയായ രുക്മിണിയെ കൃഷ്ണനുക്ക് കൊടുക്കണം തീരുമാനിച്ചിരിക്കുന്നു പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു. നല്ല സംബന്ധമാണ്, കൊടുക്കാം. എല്ലാവരും ആമോദിക്കുമ്പോൾ രുക്മിണിയുടെ ജ്യേഷ്ഠൻ രുക്മി പറഞ്ഞു, അച്ഛാ എനിക്ക് ബുദ്ധി ഇല്ലേ എന്ന് തോന്നുന്നു. കാരണം പ്രായമാകുമ്പോൾ ബുദ്ധി കുറയും പറയാറുണ്ട്, ബുദ്ധി ഓർമ്മശക്തിയൊക്കെ. അതുപോലെ നിനക്ക് ബുദ്ധി കുറഞ്ഞു പോയി. രുക്മിണിയെ കൃഷ്ണന് കൊടുക്കാൻ പറ്റുമോ? രുക്മിണി എങ്ങനെ ഇരിക്കുന്നു? ഹിരണ്യവർണ്ണാം ഹരിണീം സുവർണരജതസ്രജാം. സുവർണം പോലെയാണ് രുക്മിണി. കണ്ണനോ കാക്കയെ പോലെ കറുത്ത് കറുത്ത് കളറാണ്. കളർ എങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല. വിദ്യാഭ്യാസം ഉണ്ടോ ചോദിച്ചാൽ ഒട്ടുമില്ല. രുക്മിണി എന്താണ് റാങ്ക് വാങ്ങുന്നുവോ അത് തന്നെയാണ് മാർക്ക് വാങ്ങുന്നു കൃഷ്ണൻ. ഒരു മാർക്കേ വാങ്ങുള്ളൂ. കൃഷ്ണന് വിദ്യാഭ്യാസം പോരാ. 64 ദിവസങ്ങളിൽ 64 കള പഠിച്ചു എന്നാണ് പറയുന്നു. 64 ദിവസങ്ങളിൽ 64 കള പഠിക്കുമോ? ഒരു കള പഠിക്കാൻ തന്നെ 64 ദിവസം പോരാ. ഒരു വയലിൻ, ഒരു ഫ്ലൂട്ട്, ഒരു മൃദംഗം, എന്തെങ്കിലും ഒരു കള പഠിക്കാൻ തന്നെ 64 ദിവസം പോരാ. എന്നെ പോലെ പഠിക്കേണ്ടതെന്ന് പറയുന്നു. രുക്മി എങ്ങനെ പഠിച്ചു? ഓരോരോ ക്ലാസ്സും 2 കൊല്ലം, LKG 2 കൊല്ലം, UKG, അതുപോലെ സ്ട്രോങ് ആയിട്ട് പഠിക്കേണ്ടേ.
മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ലേ? ശരിക്കും നിൽക്കാൻ പോലും അറിയാത്ത ആളാണ്. നേരെ നിൽക്കണ്ടേ? ഒരു കാലം ഇങ്ങനെ വെച്ച് ഒരു കാലം ഇങ്ങനെ വെച്ച് ഇങ്ങനെയൊക്കെ നിൽക്കുന്നു. എൻ്റെ കുഴപ്പം കാലിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ നേരെ നോക്കാറില്ല, ഇങ്ങനെ സൈഡിൽ നോക്കുള്ളൂ. നോക്കി കൃഷ്ണനെ പറ്റി കുറ്റം പറഞ്ഞു. കൃഷ്ണനക്ക് കൊടുക്കാൻ പാടില്ല, എൻ്റെ സുഹൃത്തായ ശിശുപാലനക്ക് കൊടുക്കണം എന്ന് തീരുമാനിച്ചു. അതിനുവേണ്ട ഏർപ്പാട് ചെയ്തപ്പോഴാണ് ഒരു തോഴി രുക്മിണിയോട് വിഷയം പറഞ്ഞു. രുക്മിണിക്ക് സങ്കടമായി. ഞാൻ എന്ത് ചെയ്യും? ഒരു അടുത്ത ഗ്രാമമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു തൊട്ടടുത്ത വീടാണെങ്കിൽ ഒരു തോഴിയെ പറഞ്ഞു വിടാമായിരുന്നു. വിദർഭദേശം എവിടെയോ കിടക്കുന്നു, ദ്വാരക എവിടെയോ കിടക്കുന്നു. വിദർഭദേശം എന്നാൽ അത് കുറേ ദൂരത്തിലാണ്. ദ്വാരക പറയുന്നത് ഗുജറാത്തിലാണ്. ഇത് മഹാരാഷ്ട്ര, അത് ഗുജറാത്താണ്. അത്രയും ദൂരം പോകാൻ ഒരു തോഴിയെ പറഞ്ഞു വിടാൻ പറ്റില്ല. ഇന്നത്തെ പോലെ വണ്ടി സൗകര്യം ഇല്ലാത്ത കാലമാണ്. പിന്നെ ഒരു വണ്ടിനെ ദൂത് പറഞ്ഞു വിടാൻ തീരുമാനിച്ചു. ഒരു വണ്ട് വേഗം പറന്ന് ചെല്ലും. പക്ഷേ വണ്ടിനെ ദൂത് പറഞ്ഞിട്ട് കാര്യമില്ല. പലവിധമായി ദൂത് പറയാറുണ്ട്. വണ്ടിനോട് പറഞ്ഞാൽ വണ്ട് ഇങ്ങനെ പറന്ന് പറന്ന് ദ്വാരകയിൽ ചെല്ലും. ഭഗവാന്റെ താമര പൂമാല ഉണ്ടെങ്കിൽ അതിൽ തേന് കുടിക്കാൻ ഇറങ്ങി തേന് കുടിച്ച് അവസാനം മയങ്ങി പോയ കാര്യം മറക്കും. പിന്നെ കുയിലെ ദൂത് പറഞ്ഞു വിടാൻ തീരുമാനിച്ചു. കുയിൽ ഇങ്ങനെ പോകും, അവിടെ പതുക്കെ അത് പറയും. ഈ കുയിലുടെ ശബ്ദം അത്ര സൗണ്ട് പോരാ. എന്നാൽ ദ്വാരകയിൽ എപ്പോഴും തിരമാല അടിച്ചുകൊണ്ടിരിക്കും. തിരമാല ശബ്ദത്തിനിടയിൽ ഈ കുയിലുടെ ശബ്ദം കേൾക്കില്ല ഭഗവാൻക്ക്. ഈ കിളിയെ പറഞ്ഞു വിടാൻ വിചാരിച്ചു. കിളി അവിടെ പോകും. ഭഗവാന്റെ ആ കൊഞ്ചുമൊഴികൾ, ഭഗവാന്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ കിളി വിചാരിക്കും, ഈ എൻ്റെ വാക്ക് നല്ല വാക്ക് വിചാരിച്ചിരുന്നു, കൃഷ്ണൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ഇപ്പോൾ ഞാൻ വായ തുറന്നാൽ മോശമായി പോകും, മിണ്ടാതിരുന്നാൽ നന്നായാണ്. കിളി പിന്നെ ഒന്നും മിണ്ടില്ല. കിളിയെ ദൂത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മേഘത്തിന് ദൂത് വിടാം. മേഘസന്ദേശം കാവ്യം തന്നെ രചിച്ചിട്ടുണ്ട് കാളിദാസൻ. മേഘത്തിന് ദൂത് വിടാൻ തീരുമാനിച്ചു. മേഘം പോവും, പക്ഷേ മേഘം ഫാസ്റ്റായിട്ട് പോകും. ദ്വാരകയിൽ സമുദ്രത്തിൽ വെള്ളം കുടിച്ചിട്ട് പിന്നെ ഭഗവാന്റെ അടുത്ത് പോകണം വിചാരിക്കുമ്പോൾ തന്നെ എന്താവും? വെള്ളം കുടിച്ച് പിന്നെ അവിടെ തന്നെ മഴയായി പോകും. തിരിച്ച് ഇങ്ങോട്ട് പറയില്ലേ? കൂടുതൽ വെള്ളം കുടിച്ചാൽ മഴയായി പോകില്ലേ? തമിഴ്നാട്ടിൽ ആണ്ടാൾ പേരുള്ള ഭക്തൻ ഈ ധനുർമാസം മുഴുവനും ഗോപികമാരെ പോലെ ഭക്തി ചെയ്ത് ഭഗവാനെ പ്രാപിച്ച മഹാഭക്തയാണ്. ആ ഭക്ത ഗോദ എന്നാണ് പേര്. ഗോ പറഞ്ഞാൽ ഭൂമിയിൽ നിന്നും ഉണ്ടായ പെൺകുട്ടിയാണ്, ആണ്ടാൾ എന്ന് പറയും. ആ ഗോദാദേവി തിരുപ്പതി പെരുമാളോട് പറയുന്നു, തിരുപ്പതി പെരുമാൾക്ക് മേഘത്തിന് ദൂത് വിടുന്നു. പിന്നീല മേലാപ്പൂ വിരിത്താർപ്പോൾ മേഘങ്കാൽ. 1000 പാട്ട് പാടിയിട്ടുണ്ട്. മേഘങ്ങളെ ഇവിടെ വരൂ, എൻ്റെ കണ്ണുനീർ തന്നെ കൊണ്ടുപോയിക്കോളും. മേഘത്തിൽ എന്തായാലും മേഘത്തിന് കുടിക്കാൻ വെള്ളം വേണ്ടേ? അപ്പം അവിടെ ഓടി നടക്കേണ്ട, എൻ്റെ കണ്ണുനീര് എടുത്ത് ചെന്നോളൂ, അവിടെ തിരുപ്പതി പെരുമാളുടെ മുകളിൽ വഴിച്ചോളൂ. തിരുപ്പതി പെരുമാൾ ചോദിക്കുന്നത്, മേഘത്തിൻ്റെ വെള്ളം ചൂടായിട്ടുണ്ടല്ലോ, എന്താ കാരണം ചോദിക്കും. അപ്പോൾ പറഞ്ഞോളൂ, ഞങ്ങൾ സമുദ്രത്തിൽ വെള്ളം കുടിച്ചിട്ടില്ലേ, ആണ്ടാളുടെ കണ്ണുനീരാണ്, നിന്നെ ഓർത്ത് കരയുന്ന കണ്ണുനീരാണെന്ന് പറഞ്ഞോളൂ. അങ്ങനെ പറയുന്നു. അങ്ങനെ മേഘത്തിന് ദൂത് വിട്ടാൽ അത് ചിലപ്പോൾ തിരിച്ച് വരുമ്പോൾ സംശയമില്ല, അവിടെ തന്നെ മഴയായിട്ട് പോകും. പിന്നെ മനസ്സിന് ദൂത് വിടാൻ തീരുമാനിച്ചു. മനസ്സ് നല്ല മേഘത്തേക്കാൾ നല്ല സ്പീഡിൽ പോകും. പക്ഷേ മനസ്സ് അങ്ങോട്ട് പോയാൽ, കൃഷ്ണൻ്റെ അടുത്ത് പോയാൽ തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരില്ലേ? ഒരു ദൂതന് പോയാൽ തിരിച്ചു വരേണ്ടേ? സാധുദൂതി പുനഃസാധു കർത്തവ്യം കിമതഃപരം. സാഹിത്യശാസ്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട്, ഒരു നായകനോട് ഒരു സ്ത്രീയെ പറഞ്ഞ് ദൂതനായി വിട്ടാൽ പോയിട്ട് തിരിച്ചു വരേണ്ടേ തോഴി തന്നെ അവിടെ നായികയായി കഴിഞ്ഞാൽ പിന്നെ ഇവൾക്ക് എന്തായി ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ പറഞ്ഞു, എനിക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടി തോഴി, ഇതിനേക്കാൾ കൂടുതൽ ഒന്നും സഹായം ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് വേണ്ടി കൂടുതൽ അയാളുടെ നഖത്തിൻ്റെ കഷ്ടവും പല്ലിൻ്റെ കഷ്ടവും അനുഭവിച്ചല്ലോ. കർത്തവ്യം കിമതപ്പുറം സാധുദൂതി പുനഃസാധു കർത്തവ്യം കിമതപ്പുറം എന്മദർത്ഥേ വിലൂണാസി ദന്തൈരപി നഖൈരപി. അപ്പോൾ നല്ല ദൂതനെ കിട്ടണം. ഹനുമാൻ സ്വാമിക്ക് രാമചന്ദ്രസ്വാമിക്ക് ഹനുമാൻ കിട്ടിയതുപോലെ നല്ല ശുദ്ധ ബ്രഹ്മചര്യമുള്ള ദൂതനെ കിട്ടണം. അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാനുക്ക് ഉദ്ധവൻ കിട്ടിയതുപോലെ അങ്ങനെ നല്ല ദൂതൻ കിട്ടണം. അപ്പോൾ കാര്യം സാധിക്കുള്ളൂ.
ഇപ്പം നല്ല ദൂതൻ കിട്ടണമല്ലോ വിചാരിച്ച് രുക്മിണി വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടെ ഒരു ഭാഗവത നാമം ജപിച്ച് വരണു. നാരായണ നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോപാല ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോപാല ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ. എല്ലാം ജപിക്കും. നാരായണ നാരായണ ജയ് ജയ് ഗോപാല ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ 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 ജയ് ജയ് ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ, ഗോവിന്ദ ഹരേ ജയ് ജയ് ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ ജയ് ജയ് നാരായണ നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ് ജയ്, നാരായണ നാരായണ ജയ് ജയ് ഗോപാല ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോപാല ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോപാല ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ ജയ് ജയ് ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ ജയ് ജയ് ഗോവിന്ദ ഹരേ ജയ് ജയ് ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ ജയ് ജയ് ഗോപാല ഹരേ, ജയ് ജയ് ഗോപാല ഹരേ, ജയ് ജയ് ഗോപാല ഹരേ. നാമം ജപിച്ച് ഒരു മഹാഭാഗവതർ അവിടെ വരുന്നു. ഇവിടെ ദ്വിജഹ എന്നാണ് പറയുന്നു. ദ്വിജഹ പറഞ്ഞാൽ ബ്രാഹ്മണൻ അർത്ഥം, പിന്നെ പക്ഷി എന്നുകൂടി അർത്ഥം. ഭഗവാന്റെ പൂർവാവതാരത്തിൽ രാമാവതാരത്തിൽ ഹനുമാൻ സ്വാമി ദൂതനായി ചെന്നു. അപ്പോൾ ഗരുഡനക്ക് തോന്നി പൂർവ്വ അവതാരത്തിൽ നമുക്ക് ഒരു കൈങ്കര്യം ചെയ്യാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ലേ, ഗരുഡൻ തന്നെ ഇവിടെ വീണ്ടും വന്നു. അതുകൊണ്ടാണ് ദ്വിജഹ വിചിന്യ ആപ്തം ദ്വിജം, ഗരുഡൻ തന്നെ ബ്രാഹ്മണ രൂപത്തിൽ വന്നു. അതുകൊണ്ട് അത്ര വേഗത്തിൽ പോയിട്ട് വരേണ്ടത് ദ്വാരക വരെ ഗരുഡ ഭഗവാനാണ് അവിടെ വന്നു. മഹാത്മാക്കൾ പറയുന്നു. ആ ബ്രാഹ്മണനെ കണ്ടപ്പോൾ രുക്മിണി ദേവി പാദപൂജ ചെയ്തു. പാദപൂജ ചെയ്യുമ്പോൾ ചൂടായിട്ട് വെള്ളം വീഴുന്നത് കണ്ടപ്പോൾ എന്താണ് കണ്ടപ്പോഴാണ് രുക്മിണിയുടെ കണ്ണുനീരിന് മനസ്സിലായി. രുക്മിണിയോട് ചോദിച്ചേ എന്താ സങ്കടം ചോദിച്ചപ്പോൾ തോഴി പറഞ്ഞു, രുക്മിണി കണ്ണനെ പ്രേമിക്കുന്നു, പക്ഷേ സഹോദരനായ ജ്യേഷ്ഠൻ രുക്മി ശിശുപാലന തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു, മനുഷ്യന്മാരുടെ തീരുമാനം ഒന്നും നടക്കില്ലേ, ദൈവസങ്കല്പമേ നടക്കുള്ളൂ. നമുക്ക് ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുന്നുണ്ട്. എന്താ കാരണം? ദൈവജ്ഞൻ എന്നാണ് പേര്, ജ്യോത്സ്യൻ്റെ പേര്. ദൈവസങ്കല്പം എന്താണെന്ന് അത് പറയുന്ന ആളാണ് ദൈവജ്ഞൻ, ജ്യോത്സ്യൻ. അപ്പോൾ ദൈവസങ്കല്പമേ നടക്കുള്ളൂ. ഞാൻ ഇപ്പോൾ തന്നെ കണ്ണനോട് വിഷയം പറയാൻ പറഞ്ഞപ്പോൾ രുക്മിണി ഒരു 7 ശ്ലോകം എഴുതി കൊടുത്തു. 7 ശ്ലോകം എഴുതാൻ കാരണം സാധാരണ ശ്ലോകം എഴുതുന്നവർ 8 ശ്ലോകമാണ് എഴുതാറുള്ളൂ. കൃഷ്ണാഷ്ടകം, മുകുന്ദാഷ്ടകം, ജഗന്നാഥാഷ്ടകം, അഷ്ടകമേ എഴുതുള്ളൂ. ഇല്ലെങ്കിൽ 5 ശ്ലോകം എഴുതാറുണ്ട്. ഗണേശ പഞ്ചരത്നം, ലളിത പഞ്ചരത്നം എന്ന് 5 ശ്ലോകം എഴുതാം, അല്ലെങ്കിൽ 8 ശ്ലോകം എഴുതാറുണ്ട്. ഇത് 5ഉമില്ലാതെ 8ഉമില്ലാതെ ഇടയ്ക്ക് 7 ശ്ലോകം എഴുതി രുക്മിണി സപ്തകം. 10 എഴുതാൻ ദശകം പറയാമായിരുന്നു. 7 ശ്ലോകം എഴുതി. 7 ശ്ലോകം എഴുതാൻ എന്താ കാരണം? കല്യാണത്തിൻ്റെ പ്രധാന ചടങ്ങാണ്. ആ വരൻ വധുവിൻ്റെ കാലും പിടിച്ച് 7 സ്റ്റെപ്പ് നടത്തി കൊണ്ടുപോകണം. അതിന് പ്രത്യേക മന്ത്രമൊക്കെ ഉണ്ട്. നമ്മൾ 2 പേർ സുഹൃത്താണെന്ന് പറയുന്ന ശ്ലോകം, 2 പേർ ഒരുമിച്ച് നടക്കണം, അതെൻ്റെ താത്പര്യം. അപ്പോൾ തനിക്കും കൃഷ്ണനും ഒരു സപ്തപതി കർമ്മം നടക്കട്ടെ വിചാരിച്ചിട്ടാണ് 7 ശ്ലോകം എഴുതി. മാത്രമില്ല, ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ 7 ലോകം കടന്നു ചെല്ലണം. ഭൂർ ഭുവ സുവർ മഹർ ജനസ് തപസ് സത്യം, ഇങ്ങനെ 7 ലോകം കടന്നാലേ ഭഗവാനെ പ്രാപിക്കാൻ പറ്റുള്ളൂ. ലോകത്തിൽ പോകണമെങ്കിൽ അങ്ങനെ
നമ്മുടെ ഉള്ളിൽ തന്നെ ഭഗവാനെ അനുഭവിക്കണമെങ്കിൽ 7 ഘട്ടങ്ങളെ കടന്നു ചെല്ലണം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം കടന്നാൽ പിന്നെ സമാധിയിൽ ഭഗവാനെ ആസ്വദിക്കാം. അതിനു വേണ്ടിയാണ് ഇവിടെ 7 ശ്ലോകം എഴുതി കൊടുത്തു ബ്രാഹ്മണൻ്റെ കയ്യിൽ. ബ്രാഹ്മണൻ ആകാശമാർഗത്തിലൂടെ അവിടെ വന്ന് ഭഗവാന്റെ കയ്യിൽ സമർപ്പിച്ചു. ഭഗവാൻ ആ ബ്രാഹ്മണനോട് നിങ്ങൾ തന്നെ വായിച്ചോളൂ, പഠിച്ചോളൂ പറഞ്ഞപ്പോൾ ബ്രാഹ്മണൻ തന്നെ രുക്മിണീഭാവത്തിൽ പഠിച്ച് കേൾപ്പിക്കുന്നു. രുക്മിണ്യുവാച ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദരാ ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈർഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്ഥലാഭം ത്വയ്യച്യുതാ വിശതി ചിത്തമപത്രപം മേ ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദരാ. ഭഗവാന്റെ ആ വിളിയാണ് പ്രധാനം. ഭഗവാനെ ഓരോ ആൾക്കാർ ഓരോരോ തരത്തിൽ വിളിക്കും. ബ്രാഹ്മണന്മാർക്ക് ബ്രഹ്മണ്യദേവ ബ്രഹ്മണ്യദേവ നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണ ഹിതായച്ച ഇങ്ങനെയൊക്കെ ബ്രാഹ്മണന്മാർ വിളിക്കും. അതിൽ യാഗം ചെയ്തവരാണെങ്കിൽ യജ്ഞേശ്വര യജ്ഞപുരുഷ യജ്ഞേശ്വര യജ്ഞേശ്വര വിളിക്കും. ദേവന്മാർക്ക് മുരാരേ സുരാരേ രാവണാരേ കംസാരേ അവർക്ക് ഈ അസുരന്മാർ അടിച്ചതാണ് പ്രധാനം. മുരാരേ സുരാരേ ഇങ്ങനെയൊക്കെ മുരാരേ അസുരാരേ ഇങ്ങനെയൊക്കെ അവർ വിളിക്കും. പിന്നെ ഭക്തന്മാരാണെങ്കിൽ ഭക്തവത്സല ഭാഗവതപ്രിയ ഭക്തവത്സല ഭാഗവതപ്രിയ അങ്ങനെ വിളിക്കും. അവർക്ക് ഏതാണ് ഇഷ്ടം അതേ തരത്തിലേ വിളിക്കുള്ളൂ. ഓരോരാളും ഓരോ വിധത്തിൽ ഭഗവാനെ വിളിക്കും. ഇപ്പം കത്തയക്കുമ്പോൾ ആദ്യം തുടങ്ങണ്ടേ മഹാരാജ രാജശ്രീ അങ്ങനെ തുടങ്ങിയാൽ മഹാരാജ രാജശ്രീ അവർക്ക് എന്ന് തുടങ്ങിയാൽ ഭഗവാൻ വിചാരിക്കും അടുത്ത ദേശത്തിന് രാജാവ് എഴുതി അയക്കും വിചാരിക്കും. പ്രഭു അവർക്ക് എഴുതിയാൽ ഒരു സാധാരണ ദാസൻ എഴുതിയ കത്താണ് വിചാരിക്കും. ചേട്ടൻ അവർക്ക് എഴുതിയാൽ പിന്നെ ചേട്ടൻ എഴുതിയാൽ പിന്നെ അനുജത്തിയാവും. പിന്നെ എങ്ങനെ വിവാഹം കഴിക്കലും പറയാൻ പറ്റും. ആലോചിച്ച് നല്ല പേര് വിളിക്കണ്ടേ. അങ്ങനെ ആലോചിച്ച് അവസാനം ഒരു പേരെടുത്തിട്ടു ഭുവനസുന്ദര. ഈ ഭുവനസുന്ദര പേര് സഹസ്രനാമത്തിൽ പോലും ഇല്ലേ. വിഷ്ണു സഹസ്രനാമം നമ്മൾ പെരുമയായിട്ട് പറയുന്നുണ്ട്. പക്ഷേ വിഷ്ണു സഹസ്രനാമം വായിക്കുമ്പോൾ തന്നെ കുറച്ച് പേടിയാവും. തുടങ്ങുമ്പോൾ തന്നെ വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂതഭവ്യ ഭവത്വഭു ഭൂതകൃത് ഭൂതഭൃത് ഭാവോ ഭൂതാത്മ ഭൂതഭാവന ഒരു ഭൂതം ഭൂതം എന്ന് തുടങ്ങുന്നു. പിന്നെ അവസാനമോ സർവപ്രഹരണായുധ കിട്ടുന്നതൊക്കെ എടുത്ത് അടിക്കുന്ന ആളാണ്. അങ്ങനെയാണ് അവസാനത്തെ അർച്ചന. പിന്നെ ഫലശ്രുതി നോക്കിയാലോ ഏകോ വിഷ്ണുർ മഹദ്ഭൂതം പൃഥക്ഭൂതങ്ങളിലേക്ക് സാത്തിലോക്കാമ്യപ്യ ഭൂതാത്മ ഇങ്ങനെ സഹസ്രനാമം തുടങ്ങുന്നതും അവസാനിക്കുന്നതും. ഇത് കണ്ടാൽ ഭൂതസഹസ്രനാമമാണോ വിഷ്ണു സഹസ്രനാമോ സംശയം ഉണ്ടാകും. അതിനുവേണ്ടി സഹസ്രനാമ പാരായണം എടുത്തണ്ട കേട്ടോ. സഹസ്രനാമ പാരായണം എടുത്താൽ വളരെ നല്ലതാണ്. നമ്മുടെ തലയെഴുത്ത് പോലും മാറും. പക്ഷേ അത് ഭീഷ്മൻ ചെയ്ത സഹസ്രനാമമായതുകൊണ്ട് അദ്ദേഹത്തിനെ പോലെ കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നു. രുക്മിണി ഒരു സഹസ്രനാമം ഉണ്ടാക്കിയാൽ അത് നല്ല ലളിതമായിരിക്കും. അതുകൊണ്ടാണ് സഹസ്രനാമത്തിൽ പോലും ഇല്ലാത്ത ഒരു പുതിയ പേരാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്, ഭുവനസുന്ദര. എൻ്റെ ഗുരുനാഥനൊക്കെ ഈ ഒരു വാക്കിന് 100 അർത്ഥം പറയും. ഭുവനസുന്ദര. പണ്ട് ഗോപികമാർ വിളിച്ചു ശ്യാമസുന്ദര തേജാസ്യ കരവാമ തവോദിതം. ശ്യാമസുന്ദര ഗോപികമാർ ശ്യാമസുന്ദര വിളിച്ചു. ശ്യാമസുന്ദരൻ വിളിക്കുമ്പോൾ സുന്ദരൻ വിളിച്ചു. എന്നാലും അതിലെ നല്ല കറുപ്പ് അഴകണേ, നല്ല കറുത്ത കളരിക്കുന്ന സുന്ദരനേന്ന് വിളിച്ചാൽ അത് കറുപ്പ് ആണ് ഒന്ന് സൂചിപ്പിക്കുന്നത് കൂടെ തോന്നുന്നു. അതുകൊണ്ട് അതുപോലും ഇല്ലാതെ വളരെ ശുദ്ധമായിട്ട് ഭുവനസുന്ദര. ഭുവനത്തിൽ ഏറ്റവും സുന്ദരൻ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഈ ഭുവനം സുന്ദരമായി ഇരിക്കുന്നതും ഭഗവാൻ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് കുറച്ച് പൗഡറൊക്കെ അടിച്ച് തലമൊക്കെ കെട്ടി വരെ വെച്ചാൽ നന്നായി ഭംഗി തോന്നുന്നു. പിന്നെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ഇറങ്ങി പുറപ്പെട്ട ശേഷം പിന്നെ പൗഡർ അടിച്ചാലും പിന്നെ ഭസ്മം തൊട്ടാലും പിന്നെ മാളമൊക്കെ അണിയിക്കാറുണ്ട്. പക്ഷെ പേടിയാവും, ദൂരത്തിൽ നിന്ന് നോക്കും. ഇതാ കാരണം. ഉള്ളിൽ ഭഗവാൻ ഇല്ലെങ്കിലും ഉള്ളിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ വേഷം കെട്ടിയില്ലെങ്കിലും കുറച്ച് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ഇറങ്ങി പുറപ്പെട്ട ശേഷം പിന്നെ വേഷം കെട്ടിയാലും പേടിയാവും. അതുകൊണ്ടാണ് ഈ ഭുവനം സുന്ദരമാക്കുന്നവൻ ഭഗവാനാണ്. ഭുവനസുന്ദര. ആഭരണം തിളങ്ങുന്നു. എന്തുകൊണ്ട് ആഭരണം തിളങ്ങാൻ എന്താ കാരണം? ആഭരണത്തിന് കാരണമായ
സുവർണം തിളങ്ങുന്ന സാധനമാണ്. സുവർണം കൊണ്ട് ഉണ്ടാക്കുന്ന ആഭരണം കൊണ്ടാണ് ആഭരണം തിളങ്ങുന്നു. അതുപോലെ ഈ ഭുവനം സുന്ദരമായി ഈ കാടുകളും മലകളും നദികളും അതേപോലെ സമുദ്രവും വീണാഗാണം ചന്ദ്രൻ സൂര്യൻ ചന്ദ്രേ സൂര്യേ പുഷ്കരേ സാഗരേച്ച് വീണാനാദേ വിഷ്ണുവക്ഷസ്ഥലേച്ച് താമരയും താമരപ്പൂ മാളമൊക്കെ കണ്ടാൽ ഭംഗി, താമരക്കുളം കണ്ടാൽ ഭംഗി. ഈ ഭുവനം സുന്ദരമായി ഇരിക്കാൻ എന്താ കാരണം? സുന്ദരനായ ഭഗവാൻ സൃഷ്ടിച്ചത് കൊണ്ടാണ് ഈ ഭുവനം സുന്ദരമായിരിക്കുന്നു. ഈ ഭുവനത്തെ പടച്ച സുന്ദരൻ ഭുവന സുന്ദര. പിന്നെ ഭുവനം പറഞ്ഞാൽ വെള്ളം എന്നർത്ഥം. വെള്ളം എങ്ങനെ നീല കളറോ അതുപോലെയാണ് നീല കളറിലിരിക്കുന്ന സുന്ദരൻ. ബാക്കിയൊക്കെ ഡബിളായിട്ട് இருக்கும். വെള്ള വെളിയറിന് ഇருக்கு, മഞ്ഞ മസക്ക ഇருக்கு, പച്ചപ്പസേന ഇருக்கு, ചക്കച്ചവേലിന് ഇருக்கு. എല്ലാത്തിനും ഡബിളായിട്ട് പറയാം തമിഴിൽ. അതുപോലെ നീല എന്ന് പറയാറില്ല. നീലം അത്ര കൂടുതൽ പേടിപ്പിക്കുന്ന കളറില്ല, നല്ല സൗമ്യമായ കളർ, സ്കൈ ബ്ലൂ എന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ നീലക്കളർ, നീലമേഘശ്യാമള. അതുകൊണ്ടാണ് ഭാഗവതന്മാർ വിളിക്കുന്നു നീലമേഘശ്യാമള രൂപ ഗോപാല നിത്യാനന്ദ സ്വരൂപ കൃഷ്ണ ഗോപാല. നീലമേഘശ്യാമള രൂപൻ. അതുകൊണ്ടാണ് ഭുവനം പറഞ്ഞാൽ വെള്ളം. ആ വെള്ളം പോലെ നീലക്കളറിലിരിക്കുന്ന സുന്ദരൻ ഭുവന സുന്ദര. പിന്നെ വെള്ളത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണോ അതേപോലെ കൃഷ്ണൻ്റെ സ്വഭാവം. വെള്ളമാണ് എല്ലാத்தையும் ശുദ്ധമാക്കുന്നു. നല്ല സോപ്പ് കൊണ്ടുപോയിട്ട് കാര്യമില്ല, വെള്ളം ഉണ്ടെങ്കിലേ മുണ്ട് അളക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ശരീരം സുന്ദരമാവണമെങ്കിൽ സോപ്പ് മാത്രം കൊണ്ടുപോയിട്ട് കാര്യമില്ല, കുറച്ച് വെള്ളം വേണം. വെള്ളം എങ്ങനെ ശുദ്ധമാക്കുന്നുവോ അതുപോലെ കണ്ണൻ്റെ നാമം ജപിച്ചാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവും. അങ്ങനെ വെള്ളം പോലെ ശുദ്ധമാക്കുന്ന സ്വഭാവം ഉള്ളവൻ ഭുവന സുന്ദര. മാത്രമല്ല വെള്ളം എങ്ങനെ ദാഹത്തെ ശമിപ്പിക്കുന്നുവോ അതുപോലെ അത് വെള്ളം ദാഹത്തെ ശമിപ്പിക്കുന്നത് അത്ഭുതമാണ്. ആദ്യം തന്നെ ഏത് ഡ്രാപ്പ് ഉള്ളിൽ ചെല്ലുമ്പോഴാണ് ദാഹം ശമിക്കുന്നത് പറയാൻ പറ്റില്ല. ഓരോ ഡ്രാപ്പ് വീഴുമ്പോഴും കുറച്ച് ഇങ്ങനെ പതുക്കെ ദാഹം ശമിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ വെള്ളം എങ്ങനെ ദാഹത്തെ ശമിപ്പിക്കുന്നുവോ അതുപോലെ നമ്മുടെ സംസാര ദാഹം ശമിപ്പിക്കുന്നവൻ ഭുവന സുന്ദര. എപ്പോഴും വെള്ളത്തിൻ്റെ അടുത്തേ ഭഗവാൻ ഇരിക്കുള്ളൂ. ഏത് എണ്ണ പാലാഴിയിൽ മധ്യയിലാണ് ഭഗവാൻ കിടക്കുന്നു ഭുവന സുന്ദര. പിന്നെ സ്ത്രീരംഗത്തിൽ 2 കായലുടെ നടുക്ക് ഭഗവാൻ കിടക്കുന്നു ഭുവന സുന്ദര. തിരുവനന്തപുരമാണെങ്കിൽ അവിടെ 5 കുളം, പഞ്ചസരസ് എന്നാണ് തിരുവനന്തപുരത്തിൻ്റെ പഞ്ചാപ്സരസം ഉത്തമം. അവിടെ 5 കുളം, പ്രധാനമായി പത്മസരസ് തീർത്ഥക്കരയിൽ കിടക്കുന്നവൻ ഭുവന സുന്ദര. പിന്നെ അത് കഴിഞ്ഞാൽ വർക്കള സമുദ്ര തീരത്തിൽ ജനാർദ്ദന സ്വാമിയായിട്ട് ഇരിക്കുന്നവൻ ഭുവന സുന്ദര. പിന്നെ ഗുരുവായൂരിൽ നാരായണ സരസിൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്നവൻ. അങ്ങനെ ജലത്തിൻ്റെ ഒപ്പം ഇരിക്കുന്ന ആളാണ് ഭുവന സുന്ദരൻ. പിന്നെ ഭുവന സുന്ദരൻ പറയുമ്പോൾ 10 അവതാരങ്ങൾ അവിടെ ഓർക്കുന്നതായി മഹാത്മാക്കൾ പറയുന്നു. ഭുവനം പറഞ്ഞാൽ വെള്ളത്തിൽ സുന്ദര മത്സ്യമായി സഞ്ചരിച്ചവൻ ഭുവന സുന്ദര. പിന്നെ ഈ ഭുവനമാകുന്ന വെള്ളത്തിൽ കൂർമ്മമായിട്ട് മന്ത്രങ്ങളെ ഉദ്ധരിച്ച് കൊണ്ടുവന്നവൻ ഭുവന സുന്ദര. ഈ സുന്ദരമായ ഭുവനം രക്ഷിക്കാൻ വേണ്ടി ഈ ഭുവനത്തെ രക്ഷിക്കാൻ വേണ്ടി ഭുവനത്തിൽ ഇറങ്ങിയ ആൾ. ഭുവനം പറഞ്ഞാൽ ലോകം എന്നർത്ഥം, വെള്ളം എന്നോട് അർത്ഥം. അങ്ങനെ ഭുവനത്തെ രക്ഷിക്കാൻ വേണ്ടി വരാഹരൂപം സ്വീകരിച്ചവൻ ഭുവന സുന്ദര. ഭൂമി 2 ഭാഗമായിട്ട് കിടക്കുന്നു. കുറച്ച് കാട്, കുറച്ച് നാട്. കാട്ടിൽ ഏറ്റവും സുന്ദരൻ ആരാണ്? സിംഹം, നല്ല താടിയൊക്കെ വെച്ച് ഗംഭീരമായിരിക്കുന്നു. നാട്ടിൽ സുന്ദരൻ മനുഷ്യൻ. അപ്പോൾ നാട്ടിൽ സുന്ദരനാണ് മനുഷ്യൻ, കാട്ടിൽ സുന്ദരനായ സിംഹം. ആ സിംഹത്തിൻ്റെയും ഭൂവന സുന്ദര, ഭൂമിയിലെയും വനത്തിൻ്റെ സുന്ദരം ചേർത്ത് നരസിംഹ രൂപം കെട്ടി വന്നാൽ ഭുവന സുന്ദര. പിന്നെ ചെറുതായി വാമനനായിട്ട് വന്നു. ഏറ്റവും ചെറുതായിരിക്കുമ്പോൾ നല്ല സുന്ദരം ഉണ്ടാവും. അങ്ങനെ ചെറിയ സുന്ദര വാമനനായി വന്ന ഭഗവാൻ ഈ ഭൂമിയെ അളക്കാൻ വേണ്ടി വന്ന ആളാണ് ഭുവന സുന്ദര. പിന്നെ ഭുവനം പറഞ്ഞാൽ ഈ ഭൂമിയാകുന്ന തോട്ടം നന്നാവണമെങ്കിൽ ഇടയ്ക്ക് കളമൊക്കെ എടുക്കണം. നല്ല ചെടി വളരുമ്പോൾ ഇടയ്ക്ക് കളമൊക്കെ ആ വളമൊക്കെ കഴിച്ച് അത് വലുതായി പോകും. ഈ ഭുവനമാകുന്ന തോട്ടം രക്ഷിക്കാൻ വേണ്ടി വന്ന ക്ഷത്രിയന്മാർ തന്നെ ഭുവനത്തെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ
ഈ ഭുവനമാകുന്ന തോട്ടം നേരാക്കാൻ വേണ്ടി കോടാലിയുമായി വന്ന് പരശുരാമ ഭഗവാനെ ഭുവനസുന്ദര. വനം പറഞ്ഞാൽ രക്ഷണം. ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി രാജാവായി ഭൂമി മുഴുവൻ നടന്ന് സഞ്ചരിച്ച ശ്രീരാമചന്ദ്ര മഹാപ്രഭുവെ ഭുവനസുന്ദര. പിന്നെ ഭുവനസുന്ദരൻ പറഞ്ഞാൽ സ്ത്രീകളിൽ ഏറ്റവും സുന്ദരി ലളിതാ പരമേശ്വരി, പുരുഷന്മാരിൽ സുന്ദരൻ വിഷ്ണു. സ്ത്രീകളുടെ സൗന്ദര്യം പ്രത്യേകം വേറെ സൗന്ദര്യം, പുരുഷന്മാരുടെ സൗന്ദര്യം വേറെ. പുരുഷന്മാർ പറഞ്ഞാൽ നല്ല ഗാംഭീര്യം വേണം, സ്ത്രീകൾ പറഞ്ഞാൽ കുറച്ച് ലാളിത്യം വേണം. അവരിങ്ങനെ ഗാംഭീര്യമായിട്ട് ഇരിക്കാൻ പാടില്ല. ആ ഗാംഭീര്യമായിട്ട് സ്ത്രീകളായാൽ പിന്നെ ഭദ്രകാളിയാവും. അപ്പം സ്ത്രീകൾക്ക് ലാളിത്യമാണ് സൗന്ദര്യം, പുരുഷന്മാർക്ക് ഗാംഭീര്യമാണ് സൗന്ദര്യം. ഈ പുരുഷന്മാരുടെ ഗാംഭീര്യവും സ്ത്രീകളുടെ ലാളിത്യവും രണ്ടും കൂട്ടിച്ചേർന്നാൽ എന്താണ് സൗന്ദര്യം? അതാണ് കൃഷ്ണൻ. രണ്ടും ചേർന്ന സൗന്ദര്യം. ഭുവനസുന്ദര. വനഗതി സംരക്ഷണയോ, വനം പറഞ്ഞാൽ ഗതി എന്നുകൂടി അർത്ഥം. അങ്ങനെ ഈ ഭൂമി മുഴുവൻ കൽക്കി രൂപത്തിൽ സഞ്ചരിക്കാൻ പോകുന്ന ഭഗവാനെ ഭുവനസുന്ദര. ഈ ഭുവനസുന്ദര ഓരോ വാക്കുകൊണ്ട് തന്നെ 10 അവതാരങ്ങളെ സ്മരിക്കുന്നതായി മഹാത്മാക്കൾ വർണ്ണിക്കുന്നു. ഇങ്ങനെ ഞാൻ പറഞ്ഞു പോയാൽ നിങ്ങൾ ഉറങ്ങിപ്പോകും. നിർത്താം. ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ. ഒരാളെ പ്രേമിക്കുമ്പോൾ എങ്ങനെ പ്രേമിക്കണം? ഇപ്പോഴത്തെ കുട്ടികൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഒരാളുടെ സൗന്ദര്യം നോക്കിയിട്ട് പ്രേമിച്ചിട്ട് കാര്യമില്ലേ. സൗന്ദര്യം നോക്കി പ്രേമിച്ചാൽ എന്താവും? സൗന്ദര്യം നഷ്ടപ്പെട്ടാൽ പ്രേമം കുറയും. തിരുവനന്തപുരത്തിൽ അഭേദാനന്ദ സ്വാമികളിന് അദ്ദേഹം നല്ല കണ്ടാൽ നല്ല ഭംഗിയുള്ള ആളാണ്. പിന്നെ പാട്ടും നല്ല ഗംഭീര പാട്ടാണ്. അദ്ദേഹം ഹരേ രാമ പറയാൻ തുടങ്ങിയാൽ അടുത്തുള്ള ഗ്രാമത്തിലുള്ള ആൾക്കാർ പോലും വന്ന് ഓടിയെത്തും. അതേപോലെ നല്ല സ്ത്രീകൾക്ക് സൗന്ദര്യം കണ്ടാൽ കുറച്ച് പ്രേമം ഉണ്ടാവും. പിന്നെ പാട്ട് പാടുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടി പ്രേമം ഉണ്ടാവും. ഇപ്പോൾ അഭേദാനന്ദകളുടെ ആ സൗന്ദര്യവും പാട്ടും കേട്ടിട്ട് ഒരു സ്ത്രീ പ്രേമിച്ചു പറഞ്ഞാൽ ഭക്തി ഉണ്ടാവാം. ഗുരുനാഥൻ്റെ പേരുള്ള ഭക്തി. ആ പ്രേമം വേറെ തരത്തിലായിരുന്നു. നിങ്ങളെ കല്യാണം കഴിക്കുന്ന മോഹം ചോദിച്ചു അദ്ദേഹം, എന്തുകൊണ്ട്? നിങ്ങളുടെ ഈ സൗന്ദര്യം കണ്ടിട്ട് തോന്നി. അങ്ങനെയാണോ? ശരി, ഒരു 10 ദിവസം വന്ന് കണ്ടോളൂ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? അദ്ദേഹം ഈ വയറിളക്കാനുള്ള ഗുളിക വാങ്ങി കഴിച്ചു. ഇങ്ങനെ ഇളകി പിന്നെ മെലിഞ്ഞ് ഇങ്ങനെ ആയി. 10 ദിവസം അതേ സ്ത്രീ വന്നു. ഇപ്പോൾ പ്രേമിക്കാൻ തോന്നുന്നുണ്ടോ ചോദിച്ചു. കാരണം ഈ സൗന്ദര്യമൊക്കെ അത്രയേ ഉള്ളൂ. കുറച്ച് ഇങ്ങനെ എന്തെങ്കിലും വ്യാധി പെട്ടാലോ ഒരു ആക്സിഡൻ്റ് ആയാലോ ഇങ്ങനെ എന്തെങ്കിലും ആയാലോ പിന്നെ പ്രേമം പോകും. അപ്പോൾ സൗന്ദര്യം കണ്ട് പ്രേമിക്കാൻ പാടില്ല. ചിലരുടെ പണം നോക്കി ചില ആൾ പ്രേമിക്കും. പണം നോക്കിയിട്ട് പ്രേമിച്ചിട്ട് കാര്യമില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം വന്ന് പണം മുഴുവനും പോയി വിചാരിക്കുക, അപ്പോൾ പ്രേമിച്ചിട്ട് കാര്യമില്ല. പണം നഷ്ടമായാൽ പ്രേമം നഷ്ടമാവും, സൗന്ദര്യം നഷ്ടമായാൽ പ്രേമം നഷ്ടമാവും. അപ്പോൾ എങ്ങനെ പ്രേമിക്കണം? സുത്വാ ഗുണാൻ. രുക്മിണി എടുത്തു പറയുന്നു, പ്രേമിക്കുന്നവർ ശ്രദ്ധിക്കണം. ഒരാളുടെ ഗുണം നോക്കണം. പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവരുടെ ഗുണം എന്താണെന്ന് നോക്കണം. ഗുണം നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവില്ലേ? അവരുടെ കൂട്ടുകാരെ എങ്ങനെ നോക്കി അതൊക്കെ നോക്കണം. പിന്നെ അവരുടെ അച്ഛനമാരെ എങ്ങനെ നോക്കണം. ചിലപ്പോൾ അച്ഛനമാർ നല്ല സാധുവായിരിക്കും, കുട്ടി മഹാമോശമായിരിക്കും. അവരെ അച്ഛനമാരെ നോക്കിയിട്ട് കാര്യമില്ല, അവരുടെ മുത്തശ്ശന്മാരെയും നോക്കണം. പിന്നെ അവരുടെ കൂട്ടുകാരെ എങ്ങനെ അതൊക്കെ നോക്കണം. പിന്നെ അവരെക്കുറിച്ച് പറയുന്ന ആളുകൾ സത്യം പറയുന്ന ആളായിരിക്കണം. ചില കുടുംബത്തിൽ ചോദിക്കാറുണ്ട്, ആ പെൺകുട്ടി നല്ല പെൺകുട്ടിയാണോ, ആ ആൺകുട്ടി നല്ല ആൺകുട്ടിയാണോ ചോദിച്ചാൽ അവർ പറഞ്ഞു, നല്ല ആൺകുട്ടിയാണ്, നല്ല പെൺകുട്ടിയാണ്, കണ്ണടച്ച് കൊടുത്തോളൂ പറയും. കണ്ണടച്ച് കൊടുത്തോളൂ പറഞ്ഞാൽ എന്താ അർത്ഥം? കൊടുത്തിട്ട് കണ്ണടച്ചിരുന്നാൽ മതി, പിന്നെ നോക്കേണ്ടെന്ന് അർത്ഥം. അങ്ങനെ വെറുതെ പറയുന്ന ആളുകളുടെ വാക്ക് വിശ്വസിക്കാൻ പാടില്ലേ. സത്യം പറയുന്നവർ ആരാണോ അങ്ങനെ നിന്റെ ഗുണങ്ങളെക്കുറിച്ച് സജ്ജനങ്ങൾ പറഞ്ഞാണ് ഞാൻ കേൾക്കുന്നു. ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര. അങ്ങനെ സ്ഥാനമാനങ്ങൾ ഇപ്പോൾ എല്ലാവരും സ്ഥാനമുണ്ടോ, മാനോ, വിദ്യാഭ്യാസമുണ്ടോ, വീടുമുണ്ടോ, അതുകൊണ്ട് എല്ലാം നോക്കുന്നു. പക്ഷേ ഗുണമുണ്ടോ നോക്കാറില്ലേ. ഗുണമില്ലാതെ പിന്നെ വെറുതെ പിരിഞ്ഞു പോകുന്നു. അപ്പം ഗുണം നോക്കിയിട്ട് വേണം പ്രേമിക്കാം. നിർവിശ്യ കർണ വിവരീർഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്ഥലാഭം ത്വയ്യച്യുതാ വിശതി ചിത്തമപത്രപം മേ. ഇവിടെ ഒരു പുതിയ ഭഗവാന്റെ ഒരു പ്രധാന നാമം എടുത്തു പറയുന്നു, അച്യുതാൻ. അച്യുത പറഞ്ഞാൽ ആശ്രയിച്ചവരെ വിടാത്ത ആളാണ്. ഇപ്പം പ്രേമിക്കുന്നതൊക്കെ ഒരു രൂപം കണ്ടിട്ട് പ്രേമിച്ചിട്ട് പിന്നെ വിട്ടിട്ട് പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ ആവരുത്. എന്തായാലും
അവസാനം വരെ വിടാതെ ആളെയാണ് പിടിക്കണം. അച്യുതാവിശതി ചിത്തമപത്രപം നേ ഇങ്ങനെ തുടങ്ങി 7 ശ്ലോകം നിരച്ചും സത്കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛൻ എനിക്ക് പാക്കറ്റ് മണിയായിട്ട് 1000-2000 കൊടുക്കാറുണ്ട്. നമ്മൾക്ക് കുട്ടികൾ 10-20 കൊടുക്കും. രാജാവല്ലേ. എൻ്റെ അച്ഛൻ കൊടുക്കുന്ന പണം മുഴുവനും രുക്മിണി തണ്ണീർ പന്തൽ, രുക്മിണി കല്യാണ മണ്ഡപം, രുക്മിണി എഞ്ചിനീയറിംഗ് കോളേജ്, ഇതൊക്കെ രുക്മിണി പേരിലാണ്. എൻ്റെ നാട്ടിൽ വന്ന് നോക്കിക്കോളൂ. രുക്മിണി പറയുന്നു പൂർത്തേഷ്ട ദത്ത നിയമവ്രത് എല്ലാം ചെയ്തിട്ടുണ്ട്. എന്താ കാരണം? രുക്മിണി എഞ്ചിനീയറിംഗ് കോളേജിൽ പൈസ കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ട് പഠിക്കാം. രുക്മിണി കല്യാണ മണ്ഡപത്തിൽ കല്യാണം നടത്തണമെങ്കിൽ ഫ്രീ ആയിട്ട് നടത്താം. ഇങ്ങനെ സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം സത്കർമ്മങ്ങളുടെ ഫലം ഭഗവാനെ പ്രാപിക്കലാണ്. ഭഗവാനെ പ്രാപിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതുപോലെ ദുഷ്ടന്മാരായ ശിശുപാലനം മാറ്റി നിർത്താൻ വേണ്ടിയാണ് സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. വിവാഹത്തിൻ്റെ തലേ ദിവസം ഞാൻ ദേവീക്ഷേത്രത്തിൽ ദേവിയെ പൂജിക്കാൻ പോകും. ആ സമയത്ത് എന്നെ വിളിച്ചു കൊണ്ടുപോകണം. അപ്പോൾ ഭഗവാൻ ചോദിക്കുന്നു, നിന്നെ ഞാൻ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ, നിന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ചിലപ്പോൾ നിൻ്റെ അച്ഛനോ നിൻ്റെ ജ്യേഷ്ഠനോ യുദ്ധത്തിന് വരും. നിൻ്റെ ജ്യേഷ്ഠനും അച്ഛനും ചിലപ്പോൾ യുദ്ധത്തിന് വന്നാൽ അവരെ തള്ളിക്കൊള്ളേണ്ടി വരും. സമ്മതമാണോ ചോദിച്ചാൽ രുക്മിണി എന്ത് ചെയ്യുന്നു? എൻ്റെ ഏട്ടനെ കൊണ്ടാലും കുഴപ്പമില്ലേ, എൻ്റെ അച്ഛനെ കൊണ്ടാലും കുഴപ്പമില്ലേ, എന്നെ രക്ഷിച്ചാലും. ഇങ്ങനെ കത്ത് അയച്ചിട്ടില്ലേ? അങ്ങനെ എഴുതിയാൽ ഭഗവാൻ ആലോചിക്കും. പൊതുവേ സ്ത്രീകൾക്ക് ജനിച്ച വീട്ടിലാണ് പ്രേമം. അച്ഛനോടും അതേപോലെ ഏട്ടനോടാണ് കൂടുതൽ പ്രേമം. ഇപ്പോൾ ഈ പെൺകുട്ടി എന്തു പറയുന്നു? എൻ്റെ ഏട്ടനെ കൊണ്ടാലും കുഴപ്പമില്ലേ, അച്ഛനെ കൊണ്ടാലും കുഴപ്പമില്ലേ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് എൻ്റെ ഏട്ടൻ ബലരാമനെയും കൊല്ലണം പറയും, വസുദേവനെയും കൊല്ലണം പറയും. സ്വന്തം ജനിച്ച വീട്ടിലെ പ്രേമയില്ലാതെ പെൺകുട്ടി വിവാഹം കഴിച്ചിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? അപ്പോൾ ഭഗവാൻ ആലോചിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നു, അവിടെ യുദ്ധം ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ലേ, ദേവീക്ഷേത്രത്തിൽ പൂജിക്കാൻ പോകുമ്പോൾ എന്നെ കൊണ്ടുപോവാം. നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി 100 ജന്മം ജഹ്യാമസൂൻ വ്രതകൃശാൻ ശതജന്മഭിസ്യാത്, നിങ്ങൾക്ക് വേണ്ടി 100 ജന്മം ഞാൻ കാത്തിരിക്കും. ഇത് കണ്ടപ്പോൾ അടുത്ത ക്ഷണം ആ ബ്രാഹ്മണനെയും വിളിച്ചു ഭഗവാൻ. ആദ്യം വണ്ടിയിൽ ബ്രാഹ്മണനെ കയറ്റി. എന്ത് ബ്രാഹ്മണനെ കയറ്റാൻ എന്താ കാരണം? ആ രുക്മിണിയെ കയറ്റണ്ടേ, അതിനൊരു പ്രാക്ടീസ് വേണം. ആദ്യം ഒരു റിഹേഴ്സൽ പോലെ ബ്രാഹ്മണൻ ഇവിടെ വരും, അങ്ങനെ കയറ്റി വണ്ടിയിൽ കയറ്റി ഒരു അഭ്യാസം വേണ്ടേ. അങ്ങനെ ബ്രാഹ്മണൻ വണ്ടിയിൽ കയറ്റി ഭഗവാൻ പുറപ്പെട്ടു. പോകുമ്പോൾ വാതിലിൽ ബലരാമസ്വാമി ജ്യേഷ്ഠൻ നിൽക്കുന്നുണ്ട്. ഏട്ടനോട് ഒരു ടാറ്റ പോലും പറയാതെ ഭഗവാൻ വേഗം ഓടുന്നു. അപ്പോൾ ഏട്ടൻ നോക്കി, എവിടെ പോയാലും നമസ്കരിച്ചിട്ടേ പോവുള്ളൂ കൃഷ്ണൻ, ഇവിടെ ഇപ്പോൾ ധൃതി പിടിച്ച് പോകുന്നുണ്ടല്ലോ, എന്താ? ഉടനെ ഉദ്ധവനെ വിളിച്ചു, ഉദ്ധവ എന്താ ഇവിടെ വേഗം പിടിച്ച് പോകുന്നുണ്ടല്ലോ, ധൃതി പിടിച്ച്. ഇല്ല, ഒരു ബ്രാഹ്മണൻ വന്ന് എന്തോ കത്ത് അയച്ചു, എന്തോ രുക്മിണിൻ്റെ പേര് കേട്ടു, പിന്നെ ഒന്നും കേട്ടിട്ടില്ല. അടുത്ത ക്ഷണം ബലരാമസ്വാമി കണ്ണടച്ച് മനസ്സിലായി എന്താണ് കാരണം. ഉടനെ ഭഗവാനക്ക് അവിടെ സഹായിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? വിദർഭ യാദവ സൈന്യം എല്ലാവരെയും വിളിച്ചു കൂട്ടി, എല്ലാവരും ഇരുന്നോളൂ, കണ്ണൻ രുക്മിണിയെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്, ചിലപ്പോൾ യുദ്ധം വേണ്ടി വരും, വേണ്ടി വന്നാൽ നമ്മൾ സഹായിക്കണം, എല്ലാവരും ഇവിടെ കണ്ണടച്ചോളൂ പറഞ്ഞു. എല്ലാവരും കണ്ണടച്ചു, കണ്ണ് തുറന്നോളൂ പറഞ്ഞു. എല്ലാവരും എത്തി. യോഗശക്തി കൊണ്ട് ബലരാമസ്വാമി എല്ലാവരെയും അവിടെ വിദർഭദേശത്തിലേക്ക് കൊണ്ടാക്കി. കൃഷ്ണൻ ഇവിടെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നു വണ്ടിയിൽ. വിദർഭാൻ ഏകരാത്രേണ ഭയം അഗമത് ഭയൈഹി, അവിടെ രുക്മിണി വിഷമിച്ചിരിക്കുമ്പോഴാണ് ബാഹുസവ്യം നയനകമലം ഭ്രൂലതാ ചാപി തസ്യാഹ പ്രാവേ പന്ത പ്രിയമുപഗതം സൂചയന്തി സ്വവൃത്യാ ആരാധാഗാദലഘു തുളസീ ഗന്ധസൗമ്യഃ സമീരഃ പ്രത്യാസന്നം മുഹുർദചലത് പാഞ്ചജന്യപ്രണാദഃ ബാഹുസവ്യം. കണ്ണൻ വന്നില്ലല്ലോ, ബ്രാഹ്മണനും വന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇടത്തേക്ക് ഇങ്ങനെ തുടിക്കാൻ തുടങ്ങി. ഇടത്തെ കൈ ബാഹുസവ്യം നയനകമലം, ഇടത്തെ കണ്ണുകൾ താമര എങ്ങനെ തുടിക്കുന്നു അതുപോലെ തുടിക്കുന്നു. ഇടത്തെ പുരികം, സ്ത്രീകളൊക്കെ ഇടത്തെ കൈ, ഇടത്തെ കണ്ണ്, ഇടത്തെ പുരികം, ഇടത്തെ തുട, ഇതൊക്കെ തുടിച്ചാൽ നല്ലതാണ്. പുരുഷന്മാർക്ക് വലത്തെ കൈ, വലത്തെ പുരികം, അത് നല്ല ശകുനമാണ്. അത് സ്വയം തുടിക്കും. നമ്മളായിട്ട് നല്ല ശകുനം വരട്ടെ, ഇങ്ങനത്തെ കൈ ആട്ടാൻ പാടില്ല, നമ്മളായിട്ട് കണ്ണടിച്ച് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ ശ്രദ്ധിക്കും, അത് നല്ല ശകുനമാണ്. അപ്പോൾ രുക്മിണിയുടെ ഇടത്തെ കണ്ണ് ഇങ്ങനെ പതുക്കെ തുടിക്കാൻ തുടങ്ങി. ബാഹുസവ്യം നയനകമലം ഭ്രൂലതാ ചാപി തസ്യാഹ. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല പച്ച തുളസി മണം. കൃഷ്ണന് തുളസിയാണ് ഇഷ്ടം, എല്ലാവരും തുളസി മാല അവിടെ സമർപ്പിക്കുന്നുണ്ടല്ലോ.
ഇപ്പോൾ നല്ല തുളസി, നല്ല പച്ച നാറ്റത്തുഴായ്മുടി നാരായണൻ, ഭഗവാന്റെ കേശം തന്നെ നല്ല തുളസി ഗന്ധം ഉണ്ടാവും, എപ്പോഴും തുളസി ധരിച്ച്. അതുകൊണ്ടാണ് ഇവിടെ നല്ല പച്ച തുളസി മണം കണ്ടപ്പോൾ മനസ്സിലായി കണ്ണൻ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എന്തായി? പാഞ്ചജന്യ പ്രണാദ, ഭഗവാന്റെ പാഞ്ചജന്യ ശംഖുവിളിയും കേട്ടു. അടുത്ത ക്ഷണം ബ്രാഹ്മണൻ ഓടിയെത്തി. രുക്മിണി സഫലം, നീ കത്ത് കൊടുത്താൽ ഞാൻ കൊടുത്തു. ഇതൊക്കെ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല. ഈ ലവ് മാരേജ് കാര്യത്തിലൊക്കെ മിണ്ടാതിരുന്നാലൊക്കെ നടക്കുള്ളൂ. ഇടയ്ക്ക് കൊണ്ട് സംസാരിക്കാൻ പാടില്ലേ. അദ്ദേഹം അതുകൊണ്ട് കണ്ട് രുക്മിണിയോട് പറഞ്ഞു സഫലമായി. പിന്നെ കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് നമസ്കരിച്ചു. കാരണം ഭഗവാനെ കൊണ്ടുകൊടുത്ത ഗുരുനാഥനല്ലേ. അതുകൊണ്ട് മഹാലക്ഷ്മി നമസ്കരിച്ചു. അതിനുശേഷം ദേവീക്ഷേത്രത്തിൽ പോയി ദേവിയെ പ്രാർത്ഥിക്കുന്നു. നമസ്യേ ത്വാംബികേ ഭീക്ഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനുമോദതാം നമസ്യേ ത്വാംബികേ ഭീക്ഷ്ണം. ഗോപികമാരും രുക്മിണി ദേവിയും അമ്മയെയാണ് പ്രാർത്ഥിക്കുന്നത്. അമ്മയെ പ്രാർത്ഥിച്ചാലേ കൃഷ്ണൻ കിട്ടുള്ളൂ. അവിടെ സ്വസന്താന യുതാശിവാം, കുടുംബസമേതമുള്ള ദേവീക്ഷേത്രം. ഇതുപോലെയുള്ള ദേവീക്ഷേത്രം എന്നാണ് തോന്നുന്നു. എന്താ കാരണം? മഹാഗണപതി, സുബ്രഹ്മണ്യസ്വാമി, ശിവൻ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സ്വസന്താന യുതാം ശിവാം. കേവലം ഭദ്രകാളിമാരി ഇരിക്കുന്ന ക്ഷേത്രം ഉണ്ടെങ്കിൽ കുറച്ച് പേടിയാവും. ശിവൻ മാത്രം ഉണ്ടെങ്കിൽ അത്ര പേടിയാവും. രണ്ടുപേർ ചേർന്ന് വാഗർത്ഥാവിവ സംപൃക്തവും വാഗർത്ഥ പ്രതിപത്തയേ ജഗത പിതരവും വന്ദേ പാർവതി പരമേശ്വരവും. ഇവിടെ കുടുംബസമേതമുള്ള ദേവീക്ഷേത്രം. അതുകൊണ്ട് ആദ്യം കുറച്ച് കറുകപ്പുല്ലെടുത്ത് മഹാഗണപതിക്ക് സമർപ്പിച്ചു. എൻ്റെ കല്യാണം നിർവിഘ്നമായി നടത്തിത്തരണേ, എനിക്കും കൃഷ്ണനുക്കും പ്രാർത്ഥിച്ചപ്പോൾ മഹാഗണപതി എന്ത് ചെയ്തു? തുമ്പിക്ക് ഉയർത്തി രുക്മിണി ശിരസിൽ കൈവച്ച് ആശീർവാദം ചെയ്തു. ഞാൻ കല്യാണം നന്നായിട്ട് നടത്തിത്തരാം. പിന്നെ ദ്വാരകയിൽ ചെന്ന ശേഷം എനിക്ക് കൊഴുക്കട്ട വേണം, മോദകം സമർപ്പിക്കണം മഹാഗണപതി പറയുന്നു. പിന്നെ സുബ്രഹ്മണ്യസ്വാമി 12 കൈ ഉയർത്തി ആശീർവാദം ചെയ്തു. പിന്നെ രുക്മിണി ശിരസിൽ കൈവയ്ക്കാൻ പാർവതിക്ക് ശിവനുക്കും സ്ഥലമില്ലേ. അങ്ങനെ എല്ലാവരുടെ ആശീർവാദം മേടിച്ചു. ഇവിടെ പറയുന്നുണ്ട് രുക്മിണിയെ കാണാൻ കണ്ണൻ വന്നപ്പോൾ കണ്ണനെ കണ്ട അവിടെ ഇരിക്കുന്ന എല്ലാ വിദർഭദേശവാസികളും അവർ എല്ലാവരും അവരുടെ സ്വന്തം കുലദേവതന്മാരോട് പരദേവതന്മാരോട് പ്രാർത്ഥിക്കുന്നു. അസ്യൈവ ഭാര്യ ഭവിതും രുക്മിണ്യർഹതി നാപര അസാവപ്യനവദ്യാത്മാ ഭൈഷ്മ്യാ സമുചിത പതിഃ കിഞ്ചിത് സുചരിതം യന്നഃ തേന തുഷ്ടസ്ത്രിലോകകൃത് അനുഗൃഹാതു വൈദർഭ്യാ പാണിമച്യുതഃ. രുക്മിണി കൃഷ്ണന്മാർക്ക് തമ്മിൽ വിവാഹം ഉണ്ടാവട്ടെ, അതിനുവേണ്ടി ഞങ്ങളുടെ പുണ്യം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇതാണ് ഒരു ജീവൻ ഭഗവാനുക്ക് വേണ്ടി ഭഗവാനെ പ്രാപിക്കാൻ പുറപ്പെട്ടാൽ ആ നാട്ടിലിരിക്കുന്ന എല്ലാവരും അതിന് അനുകൂലമാവും. ആ നാട്ടിലിരിക്കുന്ന എല്ലാവരും രുക്മിണിക്കും കൃഷ്ണനും കല്യാണം ആവണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ രുക്മിണി ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് പുറത്ത് വരുമ്പോഴാണ് എല്ലാ രാജാക്കന്മാരും അവിടെ വരിവരിയായി നിൽക്കുന്നു. എല്ലാ രാജാക്കളും നിൽക്കുമ്പോൾ കൃഷ്ണൻ എവിടെ നോക്കണ്ടേ? രുക്മിണി തല താഴ്ത്തി വരുന്നു. സാധാരണ സ്ത്രീകൾ തല താഴ്ത്തിയേ നടക്കാവൂ. ശാസ്ത്രത്തിൽ അങ്ങനെ ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. പുരുഷന്മാർ നടക്കുമ്പോൾ ഗംഭീരമായി മൂക്കിൻ്റെ അറ്റം നോക്കി ഇങ്ങനെ നടക്കണം. സ്ത്രീകൾ നടക്കുമ്പോൾ കാലിൻ്റെ തള്ളവരൽ നോക്കിയിട്ട് ഇങ്ങനെ നടക്കണം. ഇപ്പോൾ മാറിപ്പോയി. പുരുഷന്മാർക്ക് വെള്ളം അടിച്ച് ഇങ്ങനെ പോകുന്നു, സ്ത്രീകളൊക്കെ ഇങ്ങനെ ഭദ്രകാളി പോലെ പോകുന്നു. പിന്നെ രുക്മിണി തല താഴ്ത്തി വരണം. രുക്മിണി കൃഷ്ണൻ എവിടെ നോക്കണ്ടേ? അതിനൊരു സൂത്രം ചെയ്തു. ഉത്സാര്യ വാമ കരജൈരളകാണപാംഗൈ പ്രാപ്താൻ ഹ്രിയൈക്ഷതനുപാൻ ദദൃശേ അച്യുതം താം ദേവമായാമിവ വീരമോഹിനി. രുക്മിണിയുടെ സൗന്ദര്യം എങ്ങനെ ഇവിടെ വർണ്ണിക്കുന്നു? താം ദേവമായാമിവ. അന്ന് ഭഗവാൻ മോഹിനി വേഷം കെട്ടി വന്നല്ലേ, അതുപോലെയായിരുന്നു എന്നാണ് പറയുന്നത്. തല താഴ്ത്തി വരുന്ന രുക്മിണി ചില കേശം പിന്നലിൽ പെടാതെ ഇങ്ങനെ മുന്നിൽ വീണു. അത് സ്വയം വീണതാണ്. ഇപ്പോഴൊക്കെ ഇവർ പിടിച്ച് ഇങ്ങനെ ഇടുന്നു. അങ്ങനെ ഇടാൻ പാടില്ല. അങ്ങനെ വീണ കേശങ്ങളെ അങ്ങനെ മാറ്റുന്ന വ്യാജത്തിൽ ഇങ്ങനെ തല ഉയർത്തി നോക്കുമ്പോൾ കൃത്യം അവിടെ കൃഷ്ണൻ ഉണ്ടായിരുന്നു. രുക്മിണി നോക്കിയ അടുത്ത ക്ഷണം ആ നോട്ടം കണ്ട എല്ലാ രാജാക്കന്മാരും പേതുഹു ക്ഷിതവും, എല്ലാ രാജാക്കന്മാരും കീഴെ വീണു. ഗജരഥ അശ്വഗത വിമൂഢാഹ. ആണപ്പുറത്തിരുന്നവൻ ആണപ്പുറത്തിൽ നിന്ന് വീണു. തേരിൻ്റെ മുകളിൽ നിന്ന് തേരിൽ നിന്ന് വീണു. കുതിരപ്പുറത്തിരുന്നവർ കുതിരപ്പുറത്തിൽ നിന്ന് വീണു. താഴെ നോക്കി ഇങ്ങനെ വീണു. എല്ലാവരും വീണു.
ദദൃശേ അച്യുതം എല്ലാവരും വീഴാത്ത ആള് കൃഷ്ണനാണ്. അച്യുതം സാ ഉടനെ വണ്ടി രുക്മിണിയുടെ അടുത്ത് കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു വീഡിയോക്കാരൻ, എപ്പോഴും പെൺകുട്ടിയുടെ വീഡിയോക്കാരെ ഉണ്ടല്ലോ, അങ്ങനെ വീഡിയോക്കാരൻ സുഖാചാര്യനാണ്. അങ്ങനെ വീഡിയോ എടുത്ത് വരുമ്പോൾ ഭട്ടത്തിരിയും ഒപ്പം എടുക്കുന്നുണ്ട് വീഡിയോ. അപ്പോൾ രുക്മിണി നോക്കി, നമ്മളായിട്ട് വണ്ടിയിൽ കയറിയാൽ പിന്നെ വീഡിയോക്കാർ പെൺകുട്ടിയാണെങ്കിൽ ഓടിപ്പോയി പറയും. അതുകൊണ്ട് കൃഷ്ണന്റെ തേര് താണ്ടി അപ്പുറം ചെന്നപ്പോഴാണ് കൊണുഗമിഷ്യസി ചന്ദ്രമുഖി, കൊണുഗമിഷ്യ എവിടെയാണ് പോലും, ഇതാണ് നമ്മുടെ വണ്ടിയിൽ ഭാഗവാൻ. പിന്നെ വണ്ടി അടുത്ത് കൊണ്ടുപോയി രുക്മിണിയെ വണ്ടിയിൽ കയറ്റി വണ്ടി പുറപ്പെട്ടു. എല്ലാവരും ബോധം കെട്ട് വീണു. ബോധം കെട്ട് വീണവർക്ക് പതുക്കെ എഴുന്നേറ്റു. താഴെ വീണവർ എഴുന്നേറ്റ് നിന്നു. കുതിരപ്പുറത്ത് നിന്ന് വീണവർ കുതിരപ്പുറത്ത് കയറി. തേരിൽ നിന്ന് വീണവർ തേരിൽ കയറി. ആണപ്പുറത്ത് നിന്ന് വീണവർ പെട്ടെന്ന് കയറാൻ പറ്റുന്നില്ല. എന്താ കാരണം? ആണ് ഇടയ്ക്ക് കാല് തരണം, ചെവി കൊടുത്താൽ പിടിച്ച് കയറാൻ പറ്റണ്ടേ. ആണയുടെ കാല് മടക്കാണെന്ന് പറയുന്നു. ആണ കുറച്ച് വെറുതെ ഞാൻ ആദ്യം കണ്ണൻ നോക്കട്ടെ. ആണ പോലും ഇങ്ങനെ നോക്കി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് ജരാസന്ധൻ പിടിക്കാൻ വേണ്ടി വന്നു. ഭഗവാനെ പിടിക്കാൻ പറ്റുമോ? എൻ്റെ ഗുരുനാഥൻ തമാശയായിട്ട് പറയും, കണ്ണൻ വെണ്ണ കൊണ്ടുപോകുമ്പോൾ തന്നെ പിടിക്കാൻ പറ്റില്ലേ, വെണ്ണ കൊണ്ട് ഓടുമ്പോൾ തന്നെ പിടിക്കാൻ പറ്റില്ലേ, വെണ്ണ കൊണ്ടുപോകുമ്പോൾ പിടിക്കാൻ പറ്റുമോ? നല്ല സ്പീഡിൽ ചെന്നു. പിന്നെ ജരാസന്ധൻ ശിശുപാലനോട് വിഷയം പറഞ്ഞു. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുഴപ്പമില്ല, വേറെ പെൺകുട്ടി കിട്ടിയാൽ കല്യാണം കഴിക്കാം പറഞ്ഞ് സമാധാനം ചെയ്തു. ശിശുപാലൻ ഉടനെ രുക്മിണിയുടെ ജ്യേഷ്ഠനോട് വിഷയം പറഞ്ഞു. ഉടനെ രുക്മി യുദ്ധത്തിനായി വന്നപ്പോൾ അവനെയും ഭഗവാൻ അവമാനിതനാക്കി രുക്മിണിയെ ദ്വാരകയിൽ അച്ഛനമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. കണ്ണൻ്റെ ധൃതി മനസ്സിലാക്കി. മീനമാസം ഉത്തര നക്ഷത്രം ഭഗവാൻ രുക്മിണിയെ കൊണ്ടുവന്ന് ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസമായിരുന്നു മീനം ഉത്തരം. അപ്പോൾ മീനമാസം ഉത്തര നക്ഷത്രമാണ് എല്ലാ ദേവന്മാരുടെ വിവാഹ ദിവസം. പാർവതിയും പരമേശ്വരനും വിവാഹം കഴിച്ചത് മീനമാസം ഉത്തര നക്ഷത്രത്തിലാണ്. സീതയ്ക്കും രാമർക്കും വിവാഹം നടന്നത് മീനമാസം ഉത്തര നക്ഷത്രം. അതുപോലെ രുക്മിണി കൃഷ്ണന്മാർക്കും ദേവസേനയ്ക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും എല്ലാ ദേവന്മാരുടെ വെഡ്ഡിങ് ഡേ ആണ് മീനം ഉത്തര നക്ഷത്രം. അയ്യപ്പനക്ക് മാത്രം അന്ന് ബർത്ത്ഡേ, അയ്യപ്പനക്കും അർജുനനും അന്ന് ജനിച്ച ദിവസം. അങ്ങനെ മീനമാസം ഉത്തര നക്ഷത്രത്തിൽ വച്ച് ദ്വാരകയിൽ ഒരു ദിവ്യ മണ്ഡപം ഭഗവാൻ ഉണ്ടാക്കി. വിശ്വകർമ്മ മൂലം ദ്വാരകാനഗരീ മധ്യേ സഹസ്രസ്തംഭമണ്ഡപേ രത്നസിംഹാസനാരൂഢം സകലത്രം ജഗുസ്സുരാഃ ആചാര്യവചനാത് സർവമകരോദ്യദുനന്ദനഃ വാചാമഗോചരാത്മാപി വാസുദേവസ്വമായയാ ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവത് ഉപജേമേ കുരുദ്വഹ. ശുകനക്ക് ഇത്രയും വിസ്താരമായിട്ട് പറയാൻ സമയം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാൻ ഗുരുനാഥൻ പറഞ്ഞ രീതിയിൽ പറഞ്ഞു, അത് മുഴുവൻ പറഞ്ഞിട്ടില്ലേ, അതിൽ കുറച്ച് പകുതിയേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ സുഖാചരണക്ക് പറയാൻ സമയമില്ല, അതുകൊണ്ട് ചുരുക്കി വർണ്ണിക്കുന്നു. വിധിവത് ഉപയേമേ, വിധിയാവണ്ണം വിധിപ്രകാരം എന്തൊക്കെ ചെയ്യണോ അത് വേണ്ട വിധത്തിൽ ഭഗവാൻ കല്യാണ ചടങ്ങുകളൊക്കെ ചെയ്തു. ചടങ്ങിൽ ആദ്യം എന്തൊക്കെയാണെന്ന് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പന്തൽ നടാൻ വേണ്ടി അത് പ്രത്യേക ഒരു പന്തൽ ഉണ്ടാക്കുന്ന അതിന് ഒരു പ്രത്യേക ചടങ്ങൊക്കെ ഉണ്ട്, അത് ചെയ്തു. പിന്നെ മഹാഗണപതി പൂജയ്ക്ക് നേരിട്ട് മഹാഗണപതിയെ ഗണപതിയും ധ്യായാമി ആവാഹയാമി പറഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് ധ്യാനിക്കേ ഉള്ളൂ. ഇവിടെ മഹാഗണപതിയെ പ്രാർത്ഥിച്ചപ്പോൾ മുമ്പിൽ വന്ന് ഇരുന്നു. അപ്പോൾ മഹാഗണപതിക്ക് ആസനമിട്ട് മഹാഗണപതിയെ ഭഗവാൻ പൂജിച്ചു. പിന്നെ മഹാഗണപതി പറഞ്ഞു, നീ ഒന്നും പേടിക്കേണ്ട, ഞാൻ വാതിൽ നിന്ന് നോക്കിക്കൊള്ളാം, വേണ്ട ആൾക്കാരെ വിളിക്കാം, വേണ്ടാത്തവരെ തുമ്പിക്കൊണ്ടൊക്കെ തട്ടിവിടാം. നല്ല വിഘ്നകർത്രേ നമഃ വിഘ്നഹർത്രേ നമഃ. മഹാഗണപതി രണ്ടും ചെയ്യും, വിഘ്നം ഉണ്ടാക്കും, വിഘ്നം ഇല്ലാതാക്കും. നല്ല കാര്യങ്ങൾക്ക് വിഘ്നം ഇല്ലാതാക്കും, ചീത്ത കാര്യത്തിന് വിഘ്നം ഉണ്ടാക്കും. അങ്ങനെ മഹാഗണപതി ഞാൻ നോക്കിക്കോളാൻ പറഞ്ഞ് അവിടെ വാതിൽ ഇരുന്നു. അതിനുശേഷം കല്യാണ ചടങ്ങൊക്കെ ചെയ്ത ശേഷം രുക്മിണിയെ വിളിച്ചു കൊണ്ടുവരൂ എന്ന് ഗർഗാചാര്യൻ പറഞ്ഞ ശേഷം രുക്മിണിയെ നല്ല സുവർണം പോലെ ഇരിക്കുന്ന രുക്മിണിക്ക് നല്ല മഞ്ഞക്കളർ, കൂടുതൽ മഞ്ഞളില്ലാതെ ലൈറ്റ് മഞ്ഞക്കളർ നല്ല വസ്ത്രം, ഹംസപക്ഷി നീന്തി കളിക്കുന്ന രീതിയിലിരിക്കുന്ന ഒരു ബാർഡർ ഉള്ള നല്ല വസ്ത്രം ധരിപ്പിച്ചു. പിന്നെ നരച്ചും കേശങ്ങളുണ്ടല്ലോ അത് നന്നായിട്ട് പിന്നലിട്ട് സൂര്യപ്രഭ ചന്ദ്രപ്രഭ ചുട്ടിപ്പതയ്ക്കും മുതലായ നാഗം പോലെ ഒരു ആഭരണം അതൊക്കെ അണിയിച്ച് പിന്നെ കഴുത്ത് ഹാരം, പതക്കം, കാസുമാല, മാങ്കാമാല, മുത്തുമാല, പവഴമാല, നെക്ലസ്, രട്ടവടം, ചെയിൻ, ഇതൊക്കെ നിറച്ച ആഭരണം. പിന്നെ കല്യാണം കഴിപ്പിക്കുന്ന പെൺകുട്ടികൾക്ക് കൂടുതൽ ആഭരണം അണിയിക്കണം എന്നാണ് ധർമ്മശാസ്ത്രം.
കന്യാം കണകസമ്പന്നാം, സുവർണത്തോടാണ് പെൺകുട്ടിയെ ദാനം കൊടുക്കണം. ഇത് കേരളീയർ കൃത്യം നോക്കുന്നുണ്ട്, സുവർണം നിറച്ച് കൊടുക്കുന്നുണ്ട്. നിറച്ചും ആഭരണം അണിയിക്കണം. എന്താ കാരണം? കല്യാണത്തിന് വരുന്നവർ ചില ആകെ പെൺകുട്ടിയെ നോക്കി നല്ല സുന്ദരിയല്ലേ അവിടെ പറയും. ആഭരണം അണിയിച്ചാൽ നോക്കുന്നവർ നെക്ലസ് നല്ല ഗംഭീരാണ്, മൂക്കുത്തി നല്ല ഗംഭീരാണ്, അവരുടെ ദൃഷ്ടി മുഴുവൻ നെക്ലസിലും മൂക്കുത്തി ഇങ്ങനെ ആഭരണത്തിൽ പോയിക്കോട്ടെ. ഈ പെൺകുട്ടിക്ക് ആ ദൃഷ്ടി വീഴേണ്ട വിചാരിച്ചിട്ടാണ് അത്രയും ആഭരണം അണിയിച്ച് രുക്മിണിയെ കൃഷ്ണൻ്റെ അടുത്ത് ഇരുത്തിയപ്പോൾ പിന്നെ പെൺകുട്ടി വന്ന ശേഷം പിന്നെ ഈ ആൺകുട്ടികളൊക്കെ മന്ത്രം പറഞ്ഞു തന്നെ ആചാര്യനെ നോക്കാറില്ലേ. പിന്നെ പെൺകുട്ടിയെ നോക്കി പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കും. പിന്നെ മന്ത്രമാണോ സ്വയം ചൊല്ലിക്കൊണ്ടിരിക്കും ആചാര്യൻ. കൃഷ്ണൻ മിടുക്കനായതുകൊണ്ട് ഒരു വഴി കൂടി ആചാര്യൻ്റെ മുഖം ഇങ്ങനെ നോക്കുന്നു, ഇങ്ങനെ ഇടയ്ക്ക് രുക്മിണിയെ നോക്കുന്നുണ്ട്. അങ്ങനെ വേണ്ട വിധത്തിൽ ഭഗവാൻ പൂജിച്ച്, ഗർഗാചാര്യൻ പൂജിച്ചു കൊടുത്ത താളി എടുത്ത് വിമുച്യതേയേന കരാംബുജേന സംസാരബന്ധശരണാഗതാനാം കരേണ തേനൈവ ബബന്ധ തസ്യാഹ മാംഗല്യസൂത്രം മണിശോഭികണ്ഠേ. ആ മംഗളസൂത്രം എടുത്ത് ഭഗവാൻ രുക്മിണിയെ കഴുത്തിൽ ചാർത്തി. അതിനുശേഷം രുക്മിണിയുടെ കൈ പിടിക്കണം. അത് എങ്ങനെ പിടിക്കണമെങ്കിൽ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടിയുടെ ഈ 4 വിരൽ മാത്രം പിടിച്ചാൽ പിന്നെ പെൺകുട്ടി മാത്രമേ ജനിക്കുള്ളൂ. കാരണം ഈ 4 വിരൾക്ക് സ്ത്രീനാമമാണ്. ഇതിൻ്റെ പേർ കനിഷ്ഠിക, അനാമിക, മധ്യമ, തർജനി, ഇങ്ങനെ പേര്. ഈ തള്ളവിരൽ മാത്രം അങ്കുഷ്ഠാണ്, പുരുഷനാമം. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ വിരൽ പിടിക്കുമ്പോൾ 5 വിരൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിക്കാൻ പറയണം. അപ്പോൾ ആൺകുട്ടികളും ഉണ്ടാവും പെൺകുട്ടികളും ഉണ്ടാവും. ഈ വിരൽ മാത്രം പിടിച്ചാൽ ആൺകുട്ടി മാത്രമേ ജനിക്കുള്ളൂ. ഈ വിരൽ പിടിച്ചാൽ ഇതൊക്കെ മന്ത്രം പറഞ്ഞ് ഫസ്റ്റ് ടച്ചിങ് ആയിരിക്കണം. ആദ്യത്തിന് ബീച്ചൊക്കെ ചുറ്റിട്ട് വരാൻ പാടില്ല. അതുപോലെ ധർമ്മശാസ്ത്രത്തിൽ എങ്ങനെയാണ് അങ്ങനെ മന്ത്രം, അതിന് പ്രത്യേക മന്ത്രമൊക്കെ ഉണ്ട്. ഗൃഹ്ണാമീതേ സൗഭഗത്വായ ഹസ്തം മയാ പത്യ ആചരദഷ്ട്രിയഥാസാഹ ഭഗോ അര്യമാസാവിതാ പുരന്തിർമഹ്യം ത്വാ ദുർഗാരുഹപത്യായ ദേവാഹ. അങ്ങനെ മന്ത്രം പറഞ്ഞ് ആദ്യമായി അങ്ങനെ ഭഗവാൻ രുക്മിണിയെ പാണിഗ്രഹണം ചെയ്തു. അങ്ങനെ പാണിഗ്രഹണം ചെയ്ത് ബ്രാഹ്മണന്മാരെയും അഗ്നിയും പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. പാണിഗ്രഹണം പിടിച്ചാൽ പിന്നെ വിടാൻ പാടില്ല. 3 ഗ്രഹണം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, പാണിഗ്രഹണം. ആദ്യത്തെ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം പിടിച്ചാൽ പിന്നെ വിടും. എന്താ കാരണം? അത് ദേഷ്യം കൊണ്ട് പിടിക്കുന്നതാണ്, ഇത് പ്രേമം കൊണ്ട് പിടിക്കുന്നതാണ്. പ്രേമം കൊണ്ട് പിടിക്കുന്ന പാണിഗ്രഹണം വിടാൻ പാടില്ല. ഇപ്പോഴൊക്കെ നായപ്പോളായി മനുഷ്യരൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ചേരാൻ വേണ്ട അങ്ങനെ വിടും. ഇയാൾ വേണ്ട, പിന്നെ വേറെ ആൾ, അടുത്ത ആളുടെ ആ പഴയ ആൾ വേഗം തുറന്നു പോകും. അങ്ങനെ ആവരുത്. ഒരു പ്രാവശ്യം പാണിഗ്രഹണം പിടിച്ചാൽ പിന്നെ വിടാൻ പാടില്ല. അത്ര സഹനശക്തിയോട് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് കുടുംബം നടത്തണം. ഭഗവാൻ ഇവിടെ കാണിച്ചു തരണം. 2 മാരേജും ഭഗവാന്റെ കല്യാണത്തിൽ 2ഉം പറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ ആദ്യം കല്യാണം കഴിക്കും, പിന്നെ പ്രേമിക്കും, കല്യാണം കഴിച്ച ശേഷം പ്രേമിക്കും. ഇപ്പം പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ശേഷം പ്രേമിച്ചവർ മര്യാദയ്ക്ക് കൊണ്ടുപോകുന്നു. പ്രേമിച്ച് കല്യാണം കഴിക്കുമ്പോൾ ഒരു കൊല്ലം മര്യാദയ്ക്ക് ജീവിക്കുന്നില്ല. കാരണം പ്രേമം ഒറിജിനൽ ഇല്ല എന്ന് മനസ്സിലാവും. ഏതോ ശരീരം കൊണ്ടോ എന്തോ ആഗ്രഹിച്ചിട്ടാണ് പ്രേമിക്കുന്നത്. അങ്ങനെ ആവരുത്. കൃഷ്ണൻ ഇവിടെ കാണിച്ചു തരണം. എങ്ങനെ ലവ് മാരേജ് ആയിക്കോട്ടെ, അറേഞ്ച് മാരേജ് ആയിക്കോട്ടെ, എങ്ങനെ മാരേജ് ആയാലും പരസ്പരം ബന്ധം അന്യോന്യമായിട്ട് ജീവിക്കണം എന്ന് ഇവിടെ കാണിച്ചു തരണം. അങ്ങനെ ഭഗവാൻ രുക്മിണി സമേതനായി കല്യാണ മണ്ഡപത്തിൽ പ്രകാശിക്കുന്നു. ഇന്നലെ കല്യാണം രുക്മിണിയെ കണ്ടപ്പോൾ, ആദ്യം കൃഷ്ണനെ കണ്ടപ്പോൾ കൃഷ്ണനാണ് ഭംഗി, ഇതുപോലെ കൃഷ്ണ വിഗ്രഹം എവിടെ സത്താത്തിൽ നോക്കിയിട്ടില്ല വിചാരിച്ചു. പിന്നെ രുക്മിണി വന്നപ്പോൾ കൃഷ്ണൻ്റെ അഴകൊക്കെ ആദ്യം പോയി. രുക്മിണി അതേക്കാൾക്കേ നല്ല സൗന്ദര്യം. അങ്ങനെ പരസ്പര സംബന്ധം അതുപോലെ പ്രേമത്തിലും സൗന്ദര്യത്തിലും എല്ലാം സദസവും രൂപസമ്പന്നോ സദസവും എന്ന് പറയുന്നുണ്ട്. രാമായണത്തിൽ രാവണക്കും സീതയ്ക്കുള്ള സദൃശം സാദൃശ്യം എങ്ങനെയാണ് പറയുന്നുണ്ട്. അതേപോലെയാണ് ഇവിടെ രുക്മിണി സമേതനായി ഭഗവാൻ പ്രകാശിക്കുന്നു. അവിടെ വന്ന ഭാഗവതന്മാർക്കെ പാടുന്നു. ശ്യാമസുന്ദര ശ്യാമസുന്ദര രാധാരമണ ശ്യാമസുന്ദര 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 രാധാ ഭുവന സുന്ദര രുക്മിണി രമണ ഭുവന സുന്ദര രുക്മിണി രമണ ഭുവന സുന്ദര ശ്യാമസുന്ദര രാധാരമണ ശ്യാമസുന്ദര രാധാരമണ
ഭുവന സുന്ദര രുക്മിണി രമണ ഭുവന സുന്ദര ഭുവന സുന്ദര രുക്മിണി രമണ രുക്മിണി രമണ ഭുവന സുന്ദര രുക്മിണി രമണ ഭുവന സുന്ദര. ജയ് ബോലോ രുക്മിണി രമണ ഭുവന സുന്ദര ലാൽ കീ ജയ്. ജയ് ബോലോ രുക്മിണി സമേത ശ്രീകൃഷ്ണ ദ്വാരകാധീശ ഭഗവാൻ കീ ജയ്. ഭഗവാൻ രുക്മിണി സമേതനായി ഇരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. കാരണം ഭഗവാൻ ശക്തിയോട് ഇരിക്കുമ്പോഴേ അനുഗ്രഹം കിട്ടുള്ളൂ. ഭഗവാന്റെ ശക്തിയാണ് രുക്മിണി. അങ്ങനെ ശക്തിയോട് ഇരുന്ന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇവിടെ പ്രകാശിക്കുന്നു. വിവാഹം കഴിക്കുന്നതിലെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിൽ 4 ഭക്തന്മാരെ വിളിച്ച്, സജ്ജനങ്ങളെ വിളിച്ച് ഭക്ഷണം കൊടുത്ത് അവരെ പൂജിക്കണം. അതിനു വേണ്ടിയാണ് ഭഗവാൻ കുചേലനെ വിളിച്ചു വരുത്തി അനുഗ്രഹിക്കുന്നത്. കുചേലനക്ക് രുക്മിണിയും കൃഷ്ണന്മാർ ചേർന്ന് പൂജിക്കുന്നു. അതാണ് പ്രധാനം. കല്യാണത്തിൻ്റെ പ്രയോജനം സജ്ജനങ്ങളെ പൂജിക്കണം. അത് കാണിച്ചു തരുന്നു